ഹായ്, ഗുഡ് ഈവനിങ്. ഐപ്ലസിന്റെ ഈ സക്സസ് സ്ട്രാറ്റജി വെബിനാറിലേക്ക് എല്ലാവരെയും ഏറ്റവും ആദരവോടുകൂടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ സെഷനിൽ നമ്മൾ പ്രധാനമായിട്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾ നെറ്റ് പരീക്ഷയുടെ ഒരു സ്ട്രക്ചർ, അതുപോലെ തന്നെ പഠിക്കേണ്ടതായിട്ടുള്ള ഏരിയകൾ. വെറുതെ സിലബസ് കവർ ചെയ്യുന്നത് കൊണ്ട് മാത്രം നമുക്ക് പാസ്സാകാവുന്ന ഒരു പരീക്ഷയല്ല NTA UGC നെറ്റ്. എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ 1500-ലധികം പേരാവുന്നു കഴിഞ്ഞ 4 വർഷങ്ങളിലായിട്ട് ഐപ്ലസിന്റെ ടീമിനോടൊപ്പം നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള എന്റെ വ്യക്തിപരമായിട്ടുള്ള രീതിയിലാണെങ്കിലും മെന്ററിങ്ങിലൂടെ നെറ്റ് പരീക്ഷ ക്വാളിഫൈ ചെയ്തത്. അപ്പോൾ ഇത്രയും പേരുടെ അനുഭവങ്ങളിൽ നിന്ന്, നേരിട്ട് നടത്തിയ ഇന്റർവ്യൂകളിൽ നിന്ന്, കുട്ടികളോട് ചേർന്ന് നിന്ന് പരീക്ഷ വരെ കൈപിടിച്ച് നടത്താൻ സാധിച്ചതിൽ നിന്ന് ഒരുപാട് പുഞ്ചിരികളും അതോടൊപ്പം കണ്ണീരും ഒക്കെ ഇതിന്റെ ഇടയിൽ കാണാൻ പറ്റിയതിൽ നിന്ന് നിങ്ങളോട് പറയാനുള്ള സ്ട്രാറ്റജികളാണ് ഇന്നത്തെ മെയിൻ ആയിട്ട് നമ്മൾ സംവദിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം. നിങ്ങളുടെ റെസ്പോൺസ് കൂടെ പ്രതീക്ഷിക്കുന്നു കേട്ടോ. ആകെ ഒരു ജസ്നയും അനുപമയും ജിഷ്മയും ജോമിയെയും മാത്രമാണ് ചാറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ളവർ കൂടി നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതിലൂടെ നിങ്ങൾ എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു ഈ സെഷനിൽ നിന്ന് പറഞ്ഞാൽ അതനുസരിച്ച് ആ ഇൻഫർമേഷനുകൾ കൂടി ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇന്ററാക്റ്റീവായിട്ട് ഉള്ളൊരു സെക്ഷനായി കൊണ്ടുപോയെങ്കിൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ ജോയിൻ ആയിരിക്കുന്നവർ മുഴുവൻ സമയവും പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക. ഫസ്റ്റ് കം ഫസ്റ്റ് ബേസിസിൽ നമ്മുടെ ഒരു അപ്പർ ലിമിറ്റ് ഉണ്ട് ഗൂഗിൾ മീറ്റിന്. അവിടെ വരെയുള്ള പാർട്ടിസിപ്പൻസിനെ ഉൾക്കൊള്ളാനായിട്ട് പറ്റുള്ളൂ. ബൂസ്റ്റപ്പ് ആവാൻ കഴിഞ്ഞ എക്സാമിൽ വിചാരിച്ച മാർക്ക് ലോ ആയപ്പോൾ കോൺഫിഡൻസ് ലോ ആയതുപോലെ. ഓക്കെ, കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനുള്ള വഴി പറയാം. ജോമിയെ പറഞ്ഞ പോലെ ഒരു 120 ഡേയ്സിന്റെ സ്ട്രാറ്റജി പറഞ്ഞു നൽകാം. അതുപോലെ തന്നെ നിങ്ങൾ എന്തൊക്കെ ഫോക്കസ് ചെയ്യണം, ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ, അത് സ്വയം പ്രിപ്പയർ ചെയ്താലും കോച്ചിങ്ങോ ആവട്ടെ, ഇതൊരു കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാനുള്ള പ്രൊമോഷനോ നമ്മുടെ കോഴ്സുകളെ പറ്റിയുള്ള കഥ പറച്ചിലോ അല്ല. നിങ്ങൾക്ക് എങ്ങനെ ഈ സമയം കൊണ്ട് വരുന്ന ഒരു 4-5 മാസം കൊണ്ട് പാസ്സാകാം എന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. ശ്രീലക്ഷ്മി ടീച്ചറും നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ നെറ്റ് പരീക്ഷയിൽ 300-ൽ 240 മാർക്ക്, 80% സ്കോർ ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ അതിനുവേണ്ടി പഠിച്ച സ്ട്രാറ്റജികൾ എഫിഷ്യന്റ് ആയിട്ട് എങ്ങനെ പേപ്പർ 1 ആണെങ്കിലും 2 ആണെങ്കിലും നോക്കി എന്നുള്ളതൊക്കെ കോമൺ ആയിട്ടുള്ള പോയിന്റുകൾ നമ്മളോടൊപ്പം ശ്രീലക്ഷ്മി ടീച്ചറും ഷെയർ ചെയ്യുന്നുണ്ടാവും. ഈ പരീക്ഷ എഴുതി 80% മാർക്ക് സ്കോർ ചെയ്ത ആളെന്നുള്ള നിലയിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. നിങ്ങൾ ഓരോരുത്തരും എയിം ചെയ്യുമ്പോൾ JRF-നായിട്ട് തന്നെ എയിം ചെയ്യാം. ന്യൂ ഓൺലൈൻ ബാച്ച് ഫോർ പേപ്പർ 2 സബ്സ്ക്രിപ്ഷൻ, അതൊക്കെ നമുക്ക് ലാസ്റ്റ് പറയാം. അതൊക്കെ സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളും ഒക്കെ നമ്മുടെ സെയിൽസ് ടീമിനോടൊക്കെ സംസാരിക്കാം. ഇന്നത്തെ വെബിനാറിൽ അത് ഇറലവന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഏറ്റവും ഒടുവിലത്തെ 1-2 മിനിറ്റ് നമുക്ക് അതിന് വേണ്ടിയിട്ട് എടുക്കാം. നമ്മുടെ കോഴ്സ് സെല് ചെയ്യാനോ കോഴ്സിന്റെ പ്രൊമോഷനോ അല്ല. നിങ്ങൾക്ക് ഇന്ന് പേപ്പർ 1 എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് പ്രൈമറി സ്ട്രാറ്റജി. ലാസ്റ്റ് 1-2 മിനിറ്റ് അത് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ സ്റ്റേ ബാക്ക് ചെയ്താൽ അത് പറയാം. ഓക്കെ, ഏറ്റവും ആദ്യം നിങ്ങളുടെ മനസ്സിലുള്ള ഏറ്റവും വേണ്ട ഒരു ധാരണയാണ്, നെറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണെങ്കിൽ അത് ടോപ്പ് 1% എത്താൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കണം. ഞാൻ ചില ചോദ്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കുക. ഇതിൽ ആരൊക്കെ വിശ്വസിക്കുന്നുണ്ട് ഞാൻ ബിലോ ആവറേജ് ആണ്, എനിക്ക് JRF അപ്രാപ്യമാണെന്ന്? അപ്രാപ്യമാണെന്ന് ചിന്തിക്കുന്ന ആരൊക്കെയുണ്ട്? അമിത, ഓക്കെ. ബാക്കി ജസ്റ്റ് മീന്നോ എസ് എന്നോ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, ഡോക്ടർ കണ്ണൻ, ഷിനി, ജസ്ല, റിനു, അനന്തൻ, ശുചി. ഓടിപ്പോവാണ്, എനിക്ക് പേര് വായിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഈ 100-150 അടുത്തുള്ള ആളുകളിൽ പകുതി പേര് അങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും ആദ്യം വേണ്ടത് ആ ചിന്തയെ ഒന്ന് മാറ്റിപ്പിടിക്കലാണ്. അതിന് ഞാൻ സയന്റിഫിക് ആയിട്ടുള്ള റീസണും പറയാം, ലോജിക്കലായിട്ടുള്ള റീസണും പറയാം. കുറെ തവണയായി എഴുതുന്നു, അതുകൊണ്ട് എനിക്കും തോന്നുന്നു, അനുപമ പറയുന്നു. ഓക്കെ, ഒന്നാമത്തെ റീസൺ ആദ്യം ഞാൻ ലോജിക്കലായിട്ടുള്ള റീസൺ പറയാം. ഈ പരീക്ഷയിൽ JRF നേടുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് കേട്ട് കഴിഞ്ഞാൽ ഈ യൂട്യൂബ് തംബ്നെയിലൊക്കെ പറയുന്ന പോലെ നിങ്ങൾ ഞെട്ടും. കാര്യം, ഒരു ക്ലാസ്സിലെ ടോപ്പറോ അല്ലെങ്കിൽ ദിവസം 8 മണിക്കൂർ പഠിക്കുന്ന ആൾക്കാരോ അല്ല JRF-ൽ എത്തുന്നത്. JRF-ലേക്ക് എത്തുന്നത് ഈ അദമ്യമായ മോഹം എന്നൊക്കെ പറയത്തില്ലേ, ഇതില്ലാതെ ഒരു രക്ഷയില്ലാത്ത ആൾക്കാര് ചിലർക്കുണ്ടാവും. അങ്ങനെ ചിലര്, ഇപ്പോ ഇന്ന് വന്ന ഒരു കുട്ടി പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. പേരോ മറ്റു കാര്യങ്ങളോ ഒന്നും ഷെയർ ചെയ്യുന്നില്ല. കരഞ്ഞുകൊണ്ടാ പറയുന്നത്. 18ാമത്തെ വയസ്സിലാണ് സാറേ എനിക്ക് ആദ്യത്തെ കുഞ്ഞുണ്ടാവുന്നത്.
അത് കഴിഞ്ഞിട്ട് ആരുടെയും സപ്പോർട്ട് ഇല്ലാതാണ് ഞാൻ പഠിക്കാനായിട്ട് ശ്രമിച്ചതും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതും. അപ്പോ എനിക്ക് ഈ JRF ഇല്ലാതെ നിക്കക്കള്ളി ഇല്ല എന്നുള്ള അവസ്ഥയിലാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ നേടും. അതുപോലെ കഴിഞ്ഞ സൈക്കിളില് നെറ്റ് JRF ക്വാളിഫൈ ചെയ്ത ഒരു കുട്ടി ഒരു അസമയത്ത് തന്നെ വിളിക്കുന്നത്, റിസൾട്ട് വന്ന് അതിനൊരു തൊട്ടടുത്ത സമയത്ത് തന്നെ ആ സന്തോഷം ആദ്യം എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ട് പറയുന്നതാണ്, അവിടുത്തെ വീട്ടില് ഹൗസ് ഹെൽപ്പും അതുപോലെ പറമ്പിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകള് JRF കിട്ടി, അവർക്കൊന്നും ഇതെന്താ സാധനം എന്നൊന്നും അറിയില്ല, 10-25 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് ആണെന്നോ സംഭവം ഒന്നും അറിയില്ല. അവിടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, മോളെ നിന്റെ കൈ താഴെ വീണ് ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന്. ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള ഇൻസിഡന്റ്. കൈ താഴെ വീണ് കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാല് മുട്ടിന് താഴേക്ക് ജോലിഭാരം കൊണ്ട് കൈ നമ്മുടെ ഈ മുട്ടിന് താഴേക്ക് പോണെങ്കിൽ കൈ താത്തിടണമല്ലോ. അങ്ങനെ നിന്നെ ഞാൻ കണ്ടിട്ടില്ലല്ലോ, നീ എങ്ങനെ ഈ JRF ഒക്കെ നേടി? അല്ലെങ്കിൽ എന്തോ വലിയ പരീക്ഷയാണ്, ബന്ധുക്കളൊക്കെ കാണാൻ വരുന്നുണ്ട്, കൺഗ്രാചുലേറ്റ് ചെയ്യുന്നുണ്ട്, അതൊക്കെ കണ്ടിട്ട് പറഞ്ഞതാണ്. അപ്പോ ഇതൊരു ഒരാളുടെയോ രണ്ടുപേരുടെയോ ഒന്നും കഥയല്ല. നമ്മുടെ ഇപ്പോ പാലക്കാട് നിന്ന് നമ്മുടെ രസിതയല്ലേ, രസിത മലയാളത്തില് JRF നേടിയിട്ടുണ്ട്. ആ കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആള് പറയില്ല ഞാൻ ടോപ്പ് ഓഫ് ദ ക്ലാസ് അല്ലെങ്കിൽ എക്സലന്റ് ആയിട്ടുള്ള ആളായിരുന്നു എന്ന്. പേപ്പർ 1 ഒക്കെ നമ്മുടെ അടുത്തേക്ക് ഗൈഡൻസിനായിട്ട് എത്തുമ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്ന ആളാണ്, DIയിലും RCയിലും ഒക്കെ. എന്നാൽ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള എഫേർട്ട് കൊണ്ട് JRF നേടാൻ പറ്റി. JRF നേടുന്നത് ചില്ലറ കാര്യമല്ല, നിങ്ങളത് മനസ്സിലാക്കണം. സർക്കാരിന്റെ ചെലവില് അല്ലെങ്കിൽ ഗവൺമെന്റ് സ്പോൺസേർഡ് ആയിട്ട് PhD നേടി ഇപ്പം ഡോക്ടർ അമിതയും ഡോക്ടർ രേഖയും ഡോക്ടർ അശ്വതിയും ഡോക്ടർ സോണിയും ഒക്കെ ആവാനുള്ള അവസരമാണ് അതിലൂടെ വരുന്നത്. മറ്റ് ആരുടെയും മുന്നിൽ കൈ നീട്ടാതെ ഈ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്നുള്ള കാര്യവും വളരെ വലിയൊരു കാര്യമാണ്. നമുക്ക് ആരാണോ പണം നൽകുന്നത് അവരുടെ കൺട്രോളിലായിരിക്കും ഒരു പരിധി വരെ നമ്മള്. ഒരു പരിധി എന്നല്ല, മൊത്തത്തില് ഒന്ന് ആലോചിച്ച് നോക്കി. എന്റെ കുട്ടിക്കാലത്ത് എന്റെ ഫാദറും മദറും എനിക്ക് ജീവിക്കാൻ ചെലവിനുള്ള പണം നൽകുമ്പോൾ ഞാൻ ആരെ അനുസരിക്കേണ്ടി വരും? നിങ്ങളൊന്ന് പറഞ്ഞേ. സോണി, അശ്വതിയും ബാക്കി ചാറ്റിലുള്ള ആൾക്കാരൊക്കെ നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങൾക്ക് ജീവിക്കാൻ, സർവൈവ് ചെയ്യാൻ പണം നൽകുന്നത് ആരാണോ അവര് പറയുന്നത് തീർച്ചയായിട്ടും നിറവേറ്റാൻ വീട്ടിൽ താമസിക്കണമെങ്കിൽ നമ്മൾ ബാധ്യസ്ഥരാകും അല്ലേ? നമുക്ക് സ്വന്തമായിട്ട് ഒരു ജീവിതവും തീരുമാനവും, ഞാൻ പറയുന്നത് നിങ്ങൾ നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്യാനോ എക്സ്ട്രാവഗന്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാനോ ഒന്നുമല്ല. നമ്മുടേതായിട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആരൊക്കെയുണ്ട്? ഒരു തംസപ്പോ യെസ്സോ പറഞ്ഞേ. അതിനുള്ളൊരു വഴി കൂടിയാണ് ഈ JRF എന്ന് പറയുന്നത്. നിങ്ങൾ വേറെ ഒന്നിനും പഠിച്ചില്ലെങ്കിലും നട്ടല് ഉയർത്തി, തല ഉയർത്തി, നമ്മുടെ ഈ തോളിന് മുകളിൽ ഒരു സാധനം ഉണ്ടല്ലോ, തല എന്ന് പറയുന്നത്, അത് മറ്റുള്ളവരുടെ മുന്നിൽ നേരെ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക. അതിന് ആ കാര്യം ചിന്തിച്ചിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരു ഫയർ ഇപ്പൊ തോന്നുന്നില്ലെങ്കിൽ, കൃഷ്ണയ്ക്കും ഗായത്രിക്കും ശ്യാമിനിക്കും ഒക്കെ തോന്നുന്നില്ലെങ്കിൽ, മറ്റെന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ പഠിക്കാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല. ഈ ഒരു കാര്യത്തിന് നിങ്ങൾ സമൂഹം നന്നാക്കുന്നതോ വിദ്യാർത്ഥികളെ നന്നാക്കുന്നതോ വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ വെളിച്ചമായിട്ട് മാറുന്നതോ അതൊക്കെ ഹയർ ലെവലായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ പ്രോസസ്സിൽ, നിങ്ങൾ ഒരു ടീച്ചർ ആവാൻ ഡെസ്റ്റിൻഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ അതൊക്കെ വരും. പക്ഷേ അതൊക്കെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിനോടൊപ്പം ഇൻഡിപെൻഡന്റ് ആയിട്ട് എനിക്ക് നിൽക്കണം. എന്നെ ഈ ലോകത്തിലാക്കിയത് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം അല്ലെങ്കിൽ പ്രപഞ്ചശക്തി എന്തോ ആവട്ടെ, നമ്മളെല്ലാം ഇവിടെ വന്നിരിക്കുന്ന ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഞാൻ കോയമ്പത്തൂർ ജോലി ചെയ്യുമ്പോൾ കന്നഡയിലുള്ള ഭയങ്കര തെറിയാണെന്ന് പറഞ്ഞിടത്തിന് എന്നെ പഠിപ്പിച്ചൊരു വാക്കുണ്ട്. അതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ അല്ലെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ക്രൂഡായിട്ട് എടുത്താൽ ഫുഡ് വേസ്റ്റ് ഫെല്ലോ എന്ന്, ആഹാരം വേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ജനിച്ചവനെ എന്ന് അവരുടെ നാട്ടിലെ വലിയ തെറിയ. ആലോചിച്ച് നോക്കിയേ, എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നേ, ഞാൻ ഈ തിന്നുന്ന ആഹാരമൊക്കെ പ്രോസസ് ചെയ്ത് വേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യന്ത്രമാണോ? എന്നെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഇന്ത്യ എന്നുള്ള രാജ്യത്തിനോ ലോകത്തിനോ ഒക്കെ ഉണ്ടായില്ലെങ്കിൽ പോലും എന്റെ മുന്നിൽ എത്തുന്ന ഡീനയ്ക്കും ശ്യാമിനിക്കും അമിതയ്ക്കുമെങ്കിലും ഈ ഒരു സെഷനിൽ പങ്കെടുക്കുമ്പോ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിന് വരുമ്പോ യൂട്യൂബില് 100 കണക്കിന്, ഇപ്പൊ 1000-ന് മുകളിലായെന്ന് തോന്നുന്നു, സെഷനുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പ്രയോജനം ഉണ്ടായില്ലെങ്കിൽ, ഞാൻ ഈ ഭൂമിയിൽ ഇരിക്കുന്ന ഓരോ ദിവസവും കഴിക്കുന്ന ഓരോ ആഹാരവും ദോശയുടെ ഓരോ കഷ്ണവും ഒക്കെ വേസ്റ്റ് ആയി പോവല്ലേ? അത് വേറെ ഏതെങ്കിലും ജീവിക്ക് പ്രയോജനമുള്ള ഒരു മനുഷ്യന് കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നില്ലേ? ആലോചിച്ച് നോക്കിയേ നസ്രിയ, സോണി, നമ്മൾ ഇവിടെ വരുന്നു,
നമ്മൾ ഈ ലോകത്ത് ഓരോ ദിവസവും ഭൂമിയുടെ മുകളിൽ നടക്കുന്നു, ജീവിക്കുന്നു, ആഹാരം കഴിക്കുന്നു, മനുഷ്യരെ കാണുന്നു, വൈദ്യുതി ഉപയോഗിക്കുന്നു, എന്തൊക്കെ റിസോഴ്സ് എടുക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ ദിവസം കിടക്കാൻ പോകുമ്പോൾ പർപ്പസ്ഫുൾ ആയിട്ടുള്ള പർപ്പസ് നിങ്ങളുടേതാവട്ടെ. എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട, അച്ഛനും അമ്മയ്ക്കും വേണ്ടി, വാപ്പച്ചിക്കും ഉമ്മച്ചിക്കും വേണ്ടിയിട്ട് ഒന്നും ചെയ്യണ്ട. നിങ്ങള് ബാക്കി ആർക്ക്, ഹസ്ബൻഡിന് വേണ്ടിയോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങളുടേതായിട്ടുള്ള ഒരു ലക്ഷ്യവും പർപ്പസും അതിന് പൊരുതാനുള്ളൊരു തീരുമാനവും അതിനുള്ള വിൽ പവറും എങ്കിലും ഇല്ലെങ്കിൽ നമ്മളൊക്കെ ഫുഡ് വേസ്റ്റ് ഫെല്ലോസ് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു മിനിറ്റ് ഒന്ന് ആലോചിക്കാൻ എടുത്തേ. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും മണിക്കൂറുകളും മിനിറ്റും ഒക്കെ ഇങ്ങനെ കഴിഞ്ഞു പോവാ. അടുത്ത മാസമാവും, അടുത്ത കൊല്ലവും. ആലോചിച്ച് നോക്കിയേ, ഈ കൊല്ലം തുടങ്ങി ജനുവരി 25 നിങ്ങൾ കഴിഞ്ഞ 25 ദിവസം എത്ര മണിക്കൂർ നിങ്ങളുടെ ഒരു പ്രയോറിറ്റിക്ക് വേണ്ടിയിട്ട് പഠിക്കാനായിട്ട് നിങ്ങൾ മാറ്റിവെച്ചു? അത് നെറ്റോ, സെറ്റോ, കേറ്റോ, PSCയോ, നിങ്ങളുടെ ക്രാഫ്റ്റോ, ഡാൻസോ, അല്ലെങ്കിൽ പാട്ട് പാടാനുള്ള കഴിവോ, കുക്കിങ്ങോ, എന്തെങ്കിലും ആവട്ടെ, നിങ്ങൾ എത്ര സമയം ഇൻവെസ്റ്റ് ചെയ്തു ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്? നെഞ്ചത്ത് കൈവച്ച് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റും, ഒരു 50 മണിക്കൂറെങ്കിലും ഞാൻ അതിനു വേണ്ടിയിട്ട് മാറ്റിവെച്ചു എന്ന്. 24 മണിക്കൂറിൽ 2 മണിക്കൂർ നിങ്ങളെ മെച്ചപ്പെടുത്താൻ, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി, മറ്റാളുടെ സ്വപ്നമല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി 2 മണിക്കൂർ മാറ്റിവെക്കാൻ പറ്റിയോ കൺസിസ്റ്റന്റ് ആയിട്ട്? ശ്രീലയ്ക്ക് മാറ്റിവെക്കാൻ പറ്റി, വെൽ ഡൺ. അശ്വതിക്ക് പറ്റി. ടൈം വേസ്റ്റ് ആയി പോയി. കുറെ പേര് യെസ് പറഞ്ഞു, കുറെ പേര് നോ പറഞ്ഞു. നോ പറഞ്ഞവര് ഭൂരിഭാഗവും നോകളാ ഞാൻ കാണുന്നത്. സങ്കടമുള്ള കാര്യമല്ലേ പിള്ളേരെ? സങ്കടമുള്ള കാര്യമല്ലേ? നമുക്ക് ഇന്നൊരു തീരുമാനം എടുത്താലോ? ഇന്നത്തെ ദിവസം എനിക്കറിയാം ഈ തീരുമാനം എടുക്കുന്നതിൽ ഒരു പകുതി പേര് ഒരാഴ്ച ഉണ്ടുറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ പോകുന്നു. നിങ്ങൾക്ക് തീരുമാനം ആ ബുക്കിൽ ഒന്ന് എഴുതി വെക്കാൻ പറ്റൂ. ജൂൺ സൈക്കിൾ വരുമ്പോ, ജൂൺ സൈക്കിളിലെ റിസൾട്ട് വരുമ്പോ, I+ന്റെ ഈ മീറ്റിങ്ങിലോ, ഇനി I+ന്റെ മീറ്റിംഗ് പറഞ്ഞില്ലെങ്കിലോ, എന്റെ പേരിനോടൊപ്പം ഡോക്ടറിന് ചേർക്കാൻ പാകത്തിന് ഞാൻ എഫേർട്ട് എടുത്ത് പഠിച്ച് പരീക്ഷ എഴുതി പാസ്സാകും. ഒന്ന് എഴുതി വെക്കാൻ പറ്റുമോ? കുറച്ചുകൂടി നന്നായിട്ട് പറഞ്ഞാല്, ഇനിയുള്ള ഓരോ ദിവസവും എഴുതും, ഇന്ന് മുതൽ ഞാൻ ഓരോ ദിവസവും എന്റെ ലക്ഷ്യത്തിലേക്ക് മുന്നേറാനുള്ള ചുവടുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചുവടുകളിലൂടെ NET/JRF ജൂൺ പരീക്ഷയിൽ ഞാൻ നേടും. അതിനെന്തൊക്കെ ആവശ്യമാണോ ആ കാര്യങ്ങൾ ഞാൻ ചെയ്യും. നിങ്ങളോട് കള്ളം പറയരുത്. നമ്മൾ പലരും ഡിപ്രസ്ഡ് ആവുകയും, എന്റെ ജീവിതത്തിൽ ഒരു സമയം ഉണ്ടായിരുന്നു, ഒരു സെൽഫ് ലോത്ത്, എന്നോട് തന്നെ ഒരു വെറുപ്പുള്ള, അല്ലെങ്കിൽ എന്നെ തന്നെ എനിക്ക് വിലയില്ലാതെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? എന്റെ തീരുമാനങ്ങൾക്ക്, ഞാൻ എന്നോട് കൊടുത്ത കമ്മിറ്റ്മെന്റുകൾക്ക് ഞാൻ വില കൽപ്പിച്ചിരുന്നില്ല. ഇപ്പൊ ശ്രീയും ബേനസീറും അനന്തയും നസ്രിയും ഒക്കെ ഇവിടെ പറഞ്ഞു, ഈ കാര്യം എഴുതി. ഇത് നമ്മൾ പോലും ഫോളോ ചെയ്യാൻ ഞാൻ നിങ്ങളോട് 8 മണിക്കൂറോ 4 മണിക്കൂറോ 2 മണിക്കൂർ പോലും പറയുന്നില്ല. അടുത്ത 100-120 ദിവസം നെറ്റിലേക്കും JRFലേക്കും എത്താൻ മിനിമം ഒരു 2 to 4 hours നോക്കണം. 1 മണിക്കൂറെങ്കിലും ഈ തീരുമാനം എടുത്തിട്ട് നിങ്ങൾ പഠിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ പറ്റി നിങ്ങളുടെ തോന്നൽ എന്തായിരിക്കും? ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ വേറെ ആരെയൊക്കെ പറ്റിച്ചാലും നുണ പറഞ്ഞാലും നമ്മുടെ ഉള്ളില് മനസാക്ഷി, നമ്മുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വമൊക്കെ ഇല്ലേടോ? അപ്പൊ നിങ്ങൾ പറ്റുമെങ്കിൽ മാത്രം നോട്ട്ബുക്കിൽ അത് എഴുതുക. നുണയാണെന്ന് അറിഞ്ഞുകൊണ്ട് അത് എഴുതാതിരിക്കുക. ഞാൻ നിങ്ങളോട് പറഞ്ഞ ആ സെന്റൻസ് ഒന്നുകൂടെ വായിച്ചു നോക്കുക. എന്റെ കഴിവിലുള്ള പരമാവധി കാര്യങ്ങൾ ചെയ്യുന്ന, മറ്റു കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യണ്ട. നിങ്ങൾ JRFലേക്കും നെറ്റിലേക്കും എത്താൻ ഇത്രയും മാത്രം ചെയ്താൽ മതി. ഇനി അതിനെന്ത് ചെയ്യണമെന്നുള്ളത് നമുക്ക് അടുത്തടുത്ത പോയിന്റുകളിലായിട്ട് നോക്കാം. നിങ്ങളെല്ലാരെയും ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ ഈ തൊട്ട് മുമ്പേ റിസൾട്ട് വന്ന വീഡിയോയുടെ കമന്റ് ബോക്സ് പോയി നോക്കിയാൽ മതി. ഇവിടെ ശ്രീഷയാണോ ശ്രീനയാണോ ചോദിച്ചു, ഫ്രീ ആയിട്ട് എങ്ങനെ പഠിക്കാൻ പറ്റും. എത്രയോ കുട്ടികളാ ഫ്രീ വീഡിയോകൾ കണ്ടു, പേപ്പർ 1ന്റെ സ്കോർ ഇംപ്രൂവ് ചെയ്തു, പേപ്പർ 2 നിങ്ങൾ PGയുടെ കൂടെ പഠിക്കുന്നുണ്ട്, അതിൽ നിന്ന് സ്കോർ ചെയ്ത് എക്സ്ക്യൂസ് മീ, സോറി, ചെറിയൊരു ജലദോഷം ഉണ്ട് കേട്ടോ, ആവേശത്തില് ഒച്ചയെടുത്ത് പറഞ്ഞതിന്റെ ചുമയാണ്. നെറ്റിലേക്കും JRFലേക്കും ഒക്കെ എത്തിയത്. അതുപോലെ തൊട്ട്
കഴിഞ്ഞ ദിവസങ്ങളിലുള്ള എക്സ്പീരിയൻസ് ഒക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. മനസ്സുണ്ടെങ്കിൽ ജയിക്കാനുള്ള വഴി നമ്മുടെ മുന്നിൽ തുറക്കും. ഇനി നമ്മുടെ പരീക്ഷയെ അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് പോയിന്റുകൾ. പരീക്ഷയില് എത്ര യൂണിറ്റുകളുണ്ട്, എത്ര ചോദ്യങ്ങളുണ്ട്, എത്ര മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തേ. ദുഃഖകരമായിട്ടുള്ള ഒരു വസ്തുത, JRF അപ്ലൈ ചെയ്യാൻ ക്യാപ്പ് ഉണ്ട്. ഈ നമ്മുടെ IAS സിവിൽ സർവീസ് ഒക്കെ പരീക്ഷ എഴുതുന്ന പോലെ 3 തവണയോ 5 തവണയോ JRF എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അസിസ്റ്റന്റ് പ്രൊഫസർ ഓൺലി അപ്ലൈ ചെയ്തിട്ട് JRF കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ട് 25 ലക്ഷം രൂപ കളയുന്ന ആൾക്കാര് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടോളൂ. 30 വയസ്സ് വരെയുള്ള ജനറൽ കാറ്റഗറി പുരുഷന്മാർക്കും 35 വയസ്സ് വരെയുള്ള മറ്റെല്ലാവർക്കും JRF അപ്ലൈ ചെയ്യാം. JRF അപ്ലൈ ചെയ്യാനായിട്ട് കട്ട് ഓഫ് ഉണ്ടോ? ഇത്ര തവണയെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, ഇത്ര തവണയിൽ കൂടുതൽ അറ്റൻഡ് ചെയ്താൽ JRF അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ എന്തെങ്കിലും ലിമിറ്റേഷൻ ഉണ്ടോ? ഇത് അറിയുന്നവരാവും കൂടുതൽ പേരും, എങ്കിലും ഒരാൾ പോലും ഇത് അറിയാതിരിക്കരുത്, അതുകൊണ്ട് JRF മിസ്സാവരുതെന്ന് കരുതി പറയുക. നിങ്ങൾക്ക് JRF നിങ്ങളൊരു 21 അല്ലെ 22-ാമത്തെ വയസ്സിൽ PG കഴിഞ്ഞ് പരീക്ഷ എഴുതാൻ തുടങ്ങി, 35 വയസ്സ് വരെ നിങ്ങൾ എഴുതുകയാണെന്ന് വിചാരിക്കുക. 13 കൊല്ലം 26 അറ്റംപ്റ്റ് നെറ്റിന് കിട്ടുകയാണ്, വർഷം 2 വീതം. 26 തവണ നിങ്ങൾ JRF ആൻഡ് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് അപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് ഒരു കുഴപ്പവും വരില്ല. കട്ട് ഓഫും കാര്യങ്ങളും ഒക്കെ ഞാൻ പറയാം കേട്ടോ ഫിദ. നിങ്ങൾക്ക് 26 തവണയും അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് വിത്ത് JRF വേണ്ടി അപ്ലൈ ചെയ്യാം. JRF അപ്ലൈ ചെയ്യാൻ പറ്റാതിരിക്കാനുള്ള ഒരേ ഒരു റീസൺ, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന മന്തില് 35 ഇയേഴ്സ് ക്രോസ് ചെയ്തിട്ടുണ്ടാവുക. ജനറൽ കാറ്റഗറി മെയിൽ ആണെങ്കിൽ 30 ഇയേഴ്സ് ക്രോസ് ചെയ്തിട്ടുണ്ടാവുക. ജനറൽ ഫീമെയിൽ ആണെങ്കിലും മറ്റേത് കാറ്റഗറി ആണെങ്കിലും NTA UGC നെറ്റിന് 35 വയസ്സ് വരെ JRF അപ്ലൈ ചെയ്യാം. ജനറൽ കാറ്റഗറിയിലെ പുരുഷന്മാർക്ക് 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഏജ് അല്ലാതെ വേറൊരു വ്യത്യാസവും ഇല്ല. മറ്റൊരു രീതിയിലുള്ള ക്വസ്റ്റ്യനിലെ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ പരീക്ഷയുടെ പാറ്റേണിലെ വ്യത്യാസങ്ങളോ ഒന്നും ഇതിനില്ല. ആ കാര്യം മനസ്സിലാക്കണേ. ആ പോയിന്റ് ഒരാളെങ്കിലും, ഈ കേൾക്കുന്ന 150 പേരിനടുത്തുള്ള ഒരാളെങ്കിലും മിസ്സായി പോവുകയാണെങ്കിൽ അവരുടെ 25 ലക്ഷത്തിന്റെ വില മനസ്സിലാക്കിക്കൊണ്ട് പറയാണ്. അത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, 10 യൂണിറ്റുകൾ വീതമുള്ള 2 പേപ്പറുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. സിലബസ് അങ്ങനെയാണ് ഉള്ളത്. പക്ഷേ ആ പരീക്ഷ ഒറ്റ ഒരു 3 മണിക്കൂറിന്റെ സെഷനായിട്ടായിരിക്കും കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. ക്ലിയർ ആണോ? ഈ പറഞ്ഞ അത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒരു തംസപ്പ് തന്നെ. അതിന്റെ ഇടയിൽ ഒരു ടൈം ഗ്യാപ്പ് ഒന്നുമില്ല. ഒന്നാമത്തെ ചോദ്യം 50 ചോദ്യങ്ങളാട്ടോ. പേപ്പർ 1 10 യൂണിറ്റിൽ നിന്ന് ചോദിക്കുക. പേപ്പർ 2 10 യൂണിറ്റിൽ നിന്ന് 100 ചോദ്യങ്ങൾ ചോദിക്കും. എല്ലാ ചോദ്യത്തിനും ഒരേ വെയിറ്റേജ് ആണ്, ഒരേ മാർക്കാണ്. നിങ്ങൾക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം. ഇതൊക്കെ കുട്ടികൾ സ്ഥിരം ചോദിക്കുന്ന ചോദ്യം. ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ 150-ാമത്തെ ചോദ്യം പോയി അറ്റൻഡ് ചെയ്യാം. രണ്ടാമത്തെ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ 140-ാമത്തെ ചോദ്യം പോയി അറ്റൻഡ് ചെയ്യാം. ഒരു പ്രശ്നവും ഇല്ല. ഇനി ഇതിന്റെ ക്വാളിഫയിങ് ക്രൈറ്റീരിയ കുറെ പേർക്ക് ഡൗട്ട് ഉള്ള കാര്യമാണ്. മിനിമം 40% ജനറൽ കാറ്റഗറിയിൽ നിങ്ങൾ ഓരോ പേപ്പറിനും വാങ്ങിക്കണം. മറ്റ് റിസർവേഷൻ ഉണ്ട്, ചെറിയ ഇളവുകളുണ്ട്. പക്ഷെ നിങ്ങൾ ഈ 40% സ്കോർ ചെയ്യാതെ നിങ്ങൾക്ക് ഒരിക്കലും നെറ്റോ JRF കിട്ടില്ല എന്നുള്ളത് കൊണ്ട് അത് ഇറലവന്റ് ആണ്. എങ്കിലും അങ്ങനെ ഒരു കട്ട് ഓഫ് ഉണ്ട്. മെയിൻ കട്ട് ഓഫ് എന്ന് പറയുന്നത്, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നെറ്റ് പരീക്ഷയിൽ ഫിദയൊക്കെ ചോദിച്ച പോലെ, സെറ്റൊക്കെ എഴുതിയിട്ട് വന്ന കുട്ടികൾ ചോദിക്കുന്ന പോലെ കട്ട് ഓഫ് എത്രയാ സാറേ എന്ന് ചോദിച്ചാൽ നെറ്റിനൊരു ഫിക്സഡ് കട്ട് ഓഫ് ഉണ്ടോ? നെറ്റിന് ഫിക്സഡ് ആയിട്ടുള്ള കട്ട് ഓഫ് ഇല്ല. അതുപോലെ ഒരു കുട്ടി 2-3 ദിവസം മുമ്പ് എന്റെ അടുത്ത് ചോദിക്കാൻ, സാറേ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് 142 ഒക്കെ ആയിരുന്നു, ഇപ്രാവശ്യം 6 മാർക്ക് കൂടി 148 അതിനെന്തെങ്കിലും പ്രത്യേക റീസൺ ഉണ്ടോ? ഞങ്ങളുടെ കട്ട് ഓഫ് കൂട്ടി വെക്കാനുള്ള റീസൺ എന്താണെന്ന്? റീസൺ ഒന്നുമില്ല. പരീക്ഷ കുറച്ച് എളുപ്പമായി, എല്ലാവർക്കും 2-3 ചോദ്യങ്ങളൂടെ ശരിയായി കഴിഞ്ഞാൽ കട്ട് ഓഫ് കൂടും. ഞാനൊരു കഥ പറഞ്ഞ് നിങ്ങൾക്ക് ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി തരാം. നിങ്ങള് ക്ലാസ്സില് 40 പേരുള്ള അല്ലെ 30 പേരുള്ള സ്കൂളിലെ ഒരു ക്ലാസ്. സ്കൂളില് അധ്യാപിക വന്ന് പറയുന്നു,
എനിക്ക് നിങ്ങളോടൊക്കെ ഉള്ളഴിഞ്ഞ സ്നേഹം. എന്റെ നല്ല മക്കളാണ് നിങ്ങള്. അതുകൊണ്ട് ഏറ്റവും മിടുക്കരായിട്ട് പെർഫോം ചെയ്യുന്ന 3 പേർക്ക് ഞാൻ വീഗാലാൻഡിലേക്ക് നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ ഒരു ടൂറിനുള്ള ടിക്കറ്റ് ഒക്കെ എടുത്തു തരും. നന്നായിട്ട് പഠിച്ച് നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ സമ്മർ വെക്കേഷന് വീഗാലാൻഡിൽ പോകാനുള്ള ടിക്കറ്റ് കൊടുക്കാം. ഏറ്റവും മിടുക്കരായിട്ട് ഏറ്റവും ഉയർന്ന മാർക്ക് സ്കോർ ചെയ്യുന്ന 3 പേരെയാണ് എടുക്കുന്നത്. 6 വിഷയങ്ങളാണ് ഉള്ളത്. ടോട്ടൽ 100 മാർക്ക് വീതം 600 മാർക്കാണെന്ന് വിചാരിക്കുക. എന്നാ പ്രിൻസിയും ആനന്ദയൊക്കെ അനന്തകൃഷ്ണനും ഒക്കെ പറഞ്ഞേ, എത്ര മാർക്ക് വാങ്ങുന്ന 3 പേരെ ആയിരിക്കും കൊണ്ടുപോകുന്നത്? എത്ര മാർക്ക് വാങ്ങുന്ന 3 പേരെ കൊണ്ടുപോകും? ആൻസർ പറയാൻ പറ്റുമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? കുറെ പേര് ചോദിക്കും, എന്തൊരു പൊട്ടത്തരവാ സാറേ. കണ്ണൻ പറയുന്നു, ഡോക്ടർ കണ്ണൻ പറയുന്നു ഫുള്ളാന്ന്, ശരണി പറയുന്നു ഹയസ്റ്റ് ആണെന്ന്. 3 പേരല്ലേ? എത്ര മാർക്ക് എന്ന് പറയാൻ പറ്റുമോ? ഹയസ്റ്റ് മോളി വരുന്ന അങ്ങനെ പറയാൻ പറ്റില്ല. അത് തന്നെയാണ് സിത്താര നെറ്റ് പരീക്ഷയിൽ സംഭവം. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ ഈ 40% മുകളിൽ സ്കോർ ചെയ്ത, അതായത് ഒരുവിധം സിലബസ് ഒന്ന് നോക്കിയവർക്കെല്ലാം ഈ 50 ചോദ്യത്തിൽ 20 എണ്ണവും 100 ചോദ്യത്തിൽ 40 ചോദ്യവും ശരിയാവും. അങ്ങനെ ഈ ത്രഷോൾഡ് കഴിഞ്ഞവരിൽ നിന്ന് ഏറ്റവും മികച്ച 6% പേര്, 1000 പേരാ എഴുതിയെങ്കിൽ എത്ര പേരെ എടുക്കും? 100 പേരാ എഴുതിയെങ്കിൽ എത്ര പേരെ എടുക്കും? 6% എന്ന് പറഞ്ഞാൽ എന്താ? പെർസെന്റേജ്. 100 പേരാണെങ്കിൽ 6% എത്രയാ? 6 പേര്. 1000 പേരാണെങ്കിൽ 60 പേര്. 10,000 പേരാണെങ്കിൽ 600 പേര്. 1,00,000 പേരാണെങ്കിൽ 6,000 പേര്. ഇത്രയും മികച്ചവരെ തിരഞ്ഞെടുക്കുന്നു നിങ്ങൾക്ക് പിടികിട്ടിയില്ലേ? അപ്പോ അവരെ മാർക്കിന്റെ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യും. ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ നെറ്റ് കൊമേഴ്സ് പരീക്ഷയിൽ കിട്ടിയ ആള് 1ാമത്, അടുത്ത ആള് 2ാമത്, അടുത്ത ആള് 3ാമത്. 100 പേരാ പരീക്ഷ എഴുതിയെങ്കിൽ അങ്ങനെ 6ാമത്തെ ആളുടെ മാർക്ക് നോക്കിയിട്ട് NT അവിടെ ഒരു വര വരയ്ക്കും. അതാണ് ആ വർഷത്തെ കട്ട് ഓഫ്. ജനറൽ കാറ്റഗറിയിലും അങ്ങനെ ചെയ്യും, OBC നോൺ ക്രീമി ലെയറിലും അങ്ങനെ ചെയ്യും, EWSലും അങ്ങനെ ചെയ്യും, SC STയിലും അങ്ങനെ ചെയ്യും. മറ്റ് റിസർവേഷനുള്ള സ്പെഷ്യലി ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കും എല്ലാം അങ്ങനെ ചെയ്തിട്ട് കട്ട് ഓഫ് തീരുമാനിച്ച് ഒരു ടേബിൾ ആയിട്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്ത് അന്ന് വൈകുന്നേരം തൊട്ടടുത്ത ദിവസമായിട്ട് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യും. അതാണ് കട്ട് ഓഫ് എന്ന് പറയുന്ന സാധനം. അത് ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കില്ലേ? പരീക്ഷ വളരെ എളുപ്പമായിരുന്നു. ഇത്തവണ കൊമേഴ്സിന്റെ പരീക്ഷ അത്യാവശ്യം ഡിഫിക്കൽട്ട് ആയിരുന്നു. അപ്പൊ കട്ട് ഓഫ് കുറഞ്ഞു വന്നു. പരീക്ഷ എളുപ്പമാണെങ്കിൽ കട്ട് ഓഫിന് എന്ത് പറ്റും? നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ചൊന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞേ. കട്ട് ഓഫ് കുറയുവോ കൂടുവോ? ഇപ്പൊ മനസ്സിലായല്ലോ എല്ലാവർക്കും? കട്ട് ഓഫ് കൂടും. ഇനിയും JRF ആണെങ്കിലോ ഏറ്റവും മികച്ച 1%-അടുത്ത് 100 പേരാണെങ്കിൽ എത്ര പേർക്ക് JRF കൊടുക്കും? റഫായിട്ടാകട്ടോ, ചിലപ്പോ ഒരാളാവും 2 പേരാവും. അത് ഈ സ്കോളർഷിപ്പ് കൊടുക്കുന്ന എമൗണ്ട് ഫണ്ടിങ് ഒക്കെ അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ വരും. 100 പേരാണെങ്കിൽ ഒരാൾക്ക്, 1000 പേരാണെങ്കിൽ 10 പേർക്ക്, 10,000 പേരാണെങ്കിൽ 100 പേർക്ക് റഫായിട്ട് JRF കിട്ടുന്നത്. ഇനി കട്ട് ഓഫും മാർക്കും കാര്യങ്ങളും ഒക്കെ കിട്ടി. ഇനി ഈ 100 നമ്മൾ ഈ പറഞ്ഞ നമ്പർ കണ്ടോണ്ട് നിങ്ങൾ പേടിക്കണ്ട. കാര്യം എന്താണെന്നറിയോ? ഈ പരീക്ഷയ്ക്ക് പഠിക്കുന്നവരും ഇനി I+ നമ്മൾ മോട്ടിവേറ്റ് ഒക്കെ ചെയ്ത് അവർക്ക് ഡെയിലി മെസ്സേജ് ഒക്കെ അയച്ച് എന്തൊക്കെ ചെയ്താലും ഈ ജേർണിയിൽ 6 മാസം പിടിച്ചു നിൽക്കുന്ന എത്ര പേരുണ്ടാവും? തനിയെ പഠിക്കുന്ന കുട്ടികളിൽ ഒരു 10% താഴെ പിള്ളേർ കാണുമായിരിക്കും. കോച്ചിങ് എടുക്കുന്ന ആളുകളിൽ കോഴ്സ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് എഫേർട്ട് എടുക്കുന്ന നമ്മൾ എത്രയൊക്കെ പിടിച്ചു വെച്ചാലും ഒരു 60-70% ആൾക്കാരുണ്ടാവും. അമിത് നോട്ട് ചെയ്ത് വെച്ചോ. അടുത്ത ജൂൺ വരെ ഇന്ന് പഠിക്കുന്ന അതേ കൺസിസ്റ്റൻസിയോടും ആത്മാർത്ഥതയോടും പഠിക്കുവാണെങ്കിൽ തനിക്ക് നെറ്റോ JRF ഉറപ്പായിട്ടും കിട്ടും. കറക്റ്റ് ആ സ്ട്രാറ്റജി കൂടെ ഫോളോ ചെയ്താൽ മതി. ഞാൻ ഈ പറയുന്നത് ആരെയും നിരുത്സാഹപ്പെടുത്താനല്ല. ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ എത്ര പേര് എടുത്തിട്ടുണ്ടായിരുന്നു ഈ കൊല്ലം? കുറെ പേരൊക്കെ മടുത്തോണ്ട് നിർത്തി കാണും. ജെൻസ, അമിത, വേറെ ആരൊക്കെയുണ്ട് ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്ത ആൾക്കാര്? ആൻസർ പറയണ്ട, സ്വയം ചിന്തിച്ചാൽ മതി. ഈ 25 ദിവസം കഴിഞ്ഞിട്ട് ന്യൂ ഇയർ റെസൊല്യൂഷൻ അതേപോലെ ഫസ്റ്റ് ഡേ തീരുമാനിച്ച പോലെ കീപ്പ് ചെയ്യുന്ന എത്ര പേരുണ്ട്? ഏറെക്കുറെ ഫോളോ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. വെൽ ഡൺ.
അപ്പോ ഈ കൺസിസ്റ്റൻസി എന്നുള്ളത് എല്ലാവരുടെയും ഒരു പ്രശ്നമാണ്. മനുഷ്യരാണെങ്കിൽ എല്ലാ ദിവസവും ഒരേ മൂഡില്, ഒരേ കൺവീനിയൻസില്, ഒരേ രീതിയിൽ തുടങ്ങാനായിട്ട് അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കാര്, നിങ്ങൾ ഈ 1000 പേരിൽ 60 എന്നും 10,000 പേരിൽ 600 എന്നൊന്നും കേട്ട് പേടിക്കണ്ട. ഈ 10,000 പേര് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തവണ 9,80,000 ഏറെക്കുറെ അടുത്ത് പേര് അപ്ലൈ ചെയ്തിട്ട് പരീക്ഷ എഴുതി എത്ര പേരുണ്ടെന്ന് അറിയാവോ? 5.25 ലക്ഷത്തിന്റെ അടുത്ത ആൾക്കാര്. ഏറെക്കുറെ പകുതി പേര് എവിടെ തന്നെ തോറ്റു? ഏറെക്കുറെ പകുതി പേര് എവിടെ തന്നെ ഔട്ടായി? നിങ്ങൾ കണ്ടായിരുന്നോ പബ്ലിക് നോട്ടീസ്? എൻടിഎയുടെ വെബ്സൈറ്റിൽ കിടപ്പുണ്ട്. ഇത്രയും അപ്ലിക്കൻസ് ഉണ്ടായിരുന്നു, അതിൽ ഇത്രയും പേര് പരീക്ഷ എഴുതി. ആലോചിച്ച് നോക്കിയേ, എത്ര രൂപയാണ് നിങ്ങൾ ഫീസ് അടയ്ക്കുന്ന പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്? അപ്ലൈ ചെയ്തിട്ടുള്ളവർ പറഞ്ഞേ. 1000 രൂപ, 600 രൂപ, പല എമൗണ്ട് ഉണ്ടാവും റിസർവേഷനും ഇതൊക്കെ അനുസരിച്ച്. ഈ പണം കൊടുത്തിട്ട് പരീക്ഷ എഴുതാൻ പോലും ധൈര്യമില്ലാത്ത ആൾക്കാരുണ്ട്. ഈ പരീക്ഷ എഴുതാൻ തീരുമാനിച്ചത് എപ്പോഴാ? ഡിസംബറിലെ പരീക്ഷയ്ക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തത് എന്നാ? ഓർമ്മയുള്ളവർ പറഞ്ഞേ. ഡിസംബറിലെ എക്സാമിന് അപ്ലൈ ചെയ്ത എന്നാ? ഒക്ടോബറിൽ അപ്ലൈ ചെയ്തിട്ട് 60 ദിവസം പോലും ആ ഡിസിഷനിൽ ഉറച്ചു നിൽക്കാൻ പറ്റാത്ത 40-50% ആളുകളുണ്ട്. ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഈ 6 മാസത്തിനപ്പുറം, ഇനിയിപ്പോ 6 5 മാസത്തിനപ്പുറം ജൂൺ 10 വരെ ഇപ്പൊ നമ്മൾ പൈസയൊന്നും ചെലവാക്കിയിട്ടില്ല, അപ്ലൈ ചെയ്തിട്ടില്ല, പഠിച്ചു തുടങ്ങാനുള്ള തീരുമാനം എടുത്തിട്ടുള്ളൂ. ഇത് അടുത്ത 5 മാസം നിലനിർത്തുന്ന ഈ 150 എത്ര പേരുണ്ടാവും? എന്റെ ആഗ്രഹം 150 പേരും ഉണ്ടാവണമെന്ന്. നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാവണമെന്ന്. നിങ്ങളോട് ഇത് പറയുന്നത്, ഇങ്ങനെ പിറ്റ്ഫോളുകൾ ഉണ്ട്, ഇങ്ങനത്തെ കുഴികളുണ്ട്, അതിൽ വീഴരുതെന്നാ ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ നിങ്ങളോട് ഇങ്ങനെ പ്രശ്നമുണ്ട് ഇത് പറഞ്ഞ് പേടിപ്പിക്കുമല്ല. ഇങ്ങനെ കാര്യങ്ങളുണ്ട് മക്കളെ, ഇത് നിങ്ങൾ സൂക്ഷിച്ചോണം എന്നാ പറയുന്നത്. പിടികിട്ടിയോ? ഇന്നത്തെ വെബിനാറിലെ അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കൺസിസ്റ്റൻസി മാറ്റേഴ്സ് ആൻഡ് കൺസിസ്റ്റൻസി ക്രിയേറ്റ്സ് വിന്നേഴ്സ്. നെറ്റ് പരീക്ഷ അല്ലെങ്കിൽ അതുപോലത്തെ ഏത് കോമ്പറ്റേറ്റീവ് എക്സാമും ആവട്ടെ, ഒറ്റ ദിവസത്തെ പെർഫോമൻസോ ഒരു തവണത്തെ പഠിത്തമോ, ഒറ്റ ദിവസം 8 മണിക്കൂർ പഠിക്കുന്നതോ 16 മണിക്കൂർ പഠിക്കുന്നതോ ഒന്നുമല്ല കാര്യം. ഒരു കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ടാവുകയും അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുകയും ആ കൺസിസ്റ്റൻസി നീണ്ട കാലം, ഞാൻ 6 മാസം ഒന്നും പറയുന്നില്ല, ചിലർക്ക് ഒരു അറ്റംപ്റ്റൂടെ ചിലപ്പം കൊടുക്കേണ്ടി വന്നേക്കാം, പക്ഷെ 12 മാസം നെറ്റിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് കൃത്യമായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് പോലും നെറ്റോ JRF കിട്ടാത്തതായിട്ട് എനിക്ക് അറിയില്ല. ചിലപ്പോൾ JRF 1 മാർക്കിന് 2 മാർക്കിന് 1-2 ചോദ്യങ്ങൾക്കൊക്കെ മിസ്സായി പോയാൽ പോലും ആ ടോപ്പ് 6% നിങ്ങൾ ഒരു 6 months to 12 months കൺസിസ്റ്റന്റ് ആയിട്ട് എഫേർട്ട് എടുത്താൽ പാസ് ആകാതിരിക്കുന്ന ഒരാളെ പോലും ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും ഫെയിൽ ആയി പോകുന്നത് എവിടെയാ? ഈ 4 months, 6 months, 12 months ഒരു ലക്ഷ്യം മുൻനിർത്തി ഒന്നാം ദിവസം പഠിച്ചതുപോലെ അതേ എഫേർട്ടും അതേ എന്തൂസിയാസവും അതേ മോട്ടിവേഷനോടും കൂടി നെറ്റ് പരീക്ഷ വിജയിക്കുന്നത് വരെ പഠിക്കാൻ വിട്ടുപോകുന്നുണ്ടാവും, അല്ലെങ്കിൽ ആയുധം വെച്ച് കീഴടങ്ങുന്നുണ്ടാവും. ഞാൻ ഈ പറഞ്ഞ പോലെ 40% പേര് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്ത് പരീക്ഷാ ഹാളിൽ പോവാതെ ആയുധം വെച്ച് കീഴടങ്ങുന്ന മനുഷ്യനാണ്. ആലോചിച്ച് നോക്കി. ഇത് ഞാൻ ഉണ്ടാക്കിയ കണക്കൊന്നുമല്ല കേട്ടോ, എൻടിഎയുടെ വെബ്സൈറ്റിൽ കിടപ്പുണ്ട്. നിങ്ങളെ പേടിപ്പിക്കാനോ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനോ പറഞ്ഞ കണക്കല്ല. ഇപ്പൊ ഇന്ന് നമ്മുടെ മനസ്സിൽ തീരുമാനിക്കുക, നോട്ട്ബുക്കിൽ എഴുതിയിടുക, ഇനിയുള്ള ജൂൺ 10 വരെയുള്ള ഓരോ ദിവസവും എന്റെ കഴിവിൽ നിൽക്കുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന്. നിങ്ങൾ നിങ്ങളോട് നുണ പറയണ്ട, ഞാൻ പറ്റാത്ത ഒരു ടാസ്ക് നിങ്ങൾക്ക് തരുന്നില്ല. പക്ഷേ എഫിഷ്യന്റ് ആയിട്ട് നിങ്ങളുടെ സമയം യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ, ഇങ്ങനെ കോമ്പറ്റീഷൻ ഉള്ള ഒരു പരീക്ഷയില് 10,000 പേരിലെ ഏറ്റവും മികച്ച 600 പേരാവാൻ പറ്റിയില്ലെങ്കിൽ വിഷമിച്ച കാര്യമുണ്ടോ? വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ തന്നെ പറഞ്ഞേ. കുറച്ചു പേരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പരീക്ഷ എഴുതി സാറേ കിട്ടിയില്ല. നിങ്ങൾ ഒരു 4-5 മാസം ഡെയിലി 4 മണിക്കൂർ വെച്ച് ഒരു 500-600 മണിക്കൂർ ഈ പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടോ? മാറ്റി വെച്ചിട്ടുണ്ടോ? അങ്ങനെ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞാല്
എന്റെ അടുത്ത് നിങ്ങൾക്ക് എങ്ങനെ സ്കോറിംഗ് പാറ്റേൺ ഉണ്ടെന്ന് നാളെ ഫോൺ വിളിച്ച് സംസാരിച്ചാൽ ഞാൻ പറഞ്ഞുതരാം എവിടെയാ നിങ്ങൾ പിഴവ് വരുത്തിയത്, ഇനി എന്ത് ചെയ്യണമെന്ന്. പക്ഷെ അങ്ങനെയുള്ളവർ ഒരു 1000 പേരെടുത്ത ഒരാളോ 10 പേരോ വല്ലോ കാണുള്ളൂ. 6 മാസം ഡെയിലി 4-5 മണിക്കൂർ പഠിച്ചാല്, ഈ 4 മണിക്കൂർ എന്ന് ഞാൻ പറയുന്നതിന് ഒരു കണക്കുണ്ട് കേട്ടോ, ശ്രദ്ധിച്ചു കേട്ടോ. നിങ്ങൾ 10-12 മണിക്കൂർ മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യുന്നു. അതെന്തോ ആവട്ടെ, മറ്റുള്ളവർ ആരും ആവട്ടെ, നിങ്ങൾക്ക് പൈസ തരുന്ന ഒരു കമ്പനി ആവാം, ഇനി പണമൊന്നും തരാതെ നിങ്ങളെ സ്നേഹിക്കുന്ന പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഫാമിലി ആവാം, നിങ്ങളുടെ കുഞ്ഞു മക്കളാവാം, നിങ്ങളുടെ പ്രായമായ ബെഡ് റിഡൺ ആയിട്ടുള്ള മാതാപിതാക്കളാകാം, നമ്മളെ നോക്കിയവരാ അവര്. കുഞ്ഞുങ്ങള് നമ്മുടെ തീരുമാനത്തോടെ ഈ ഭൂമി വന്ന മനുഷ്യരാ. ജോലി നമ്മൾ തന്നെ എഗ്രി ചെയ്ത് പണം വാങ്ങി ചെയ്യുന്ന ഒരു സേവനമാണ് അല്ലേ? ഇതിന് 10-12 മണിക്കൂർ നിങ്ങൾ മാറ്റി വെച്ചാലും, ഉറങ്ങാനുള്ള 6 മണിക്കൂർ മാറ്റി വെച്ചാലും, പേഴ്സണൽ ഹൈജീനിന് വേണ്ടിയിട്ട് 2-3 മണിക്കൂർ മാറ്റി വെച്ചാലും 24 മണിക്കൂറിൽ ബാക്കി എത്ര സമയമുണ്ട്? എത്ര ഉണ്ട്? 12 + 6 + 2 എത്രയായി? വേഗം കൂട്ടിയിട്ട് പറഞ്ഞേ. മാത്തമാറ്റിക്കൽ റീസണിംഗ് ഒക്കെ പഠിക്കേണ്ട കുട്ടികളാ. എത്രയായി? എത്രയായടോ? 20 മണിക്കൂറായി. ബാക്കി എത്ര മണിക്കൂർ കൂടി ഉണ്ട്? ബാക്കി 4 മണിക്കൂറില്ലേ? അത് അടുത്തൊരു 5 മാസം പഠിക്കുന്നില്ലെങ്കിൽ, പഠിക്കാനായിട്ട് നിങ്ങൾ എടുക്കുന്നില്ലെങ്കിൽ, പിന്നെ നിങ്ങൾ ഈ സ്വപ്നം കാണുന്നതിലൊന്നും അർത്ഥമില്ല. ഉണ്ടോ? നമ്മുടെ ഈ സെഷന്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മൾ ഇതുവരെ പറഞ്ഞത് ആകെ 2 കാര്യങ്ങളാണ്. ഒന്ന് പരീക്ഷയുടെ സ്ട്രക്ചർ, 2 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി എന്നുള്ള കാര്യം. ഡെയിലി പഠിക്കേണ്ട 4 മണിക്കൂർ. ഇനി നിങ്ങൾക്ക് ഈ 4 മണിക്കൂർ പഠിക്കാനില്ലെങ്കിൽ, കുറെ പേര് 12 മണിക്കൂറല്ല 16-18 മണിക്കൂറൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരുണ്ടാവും. 2 മണിക്കൂറേ ഇപ്പോ അമിതയ്ക്ക് പഠിക്കാൻ പറ്റുന്നുള്ളൂ സപ്പോസ്, അല്ലെങ്കിൽ അലന് 2 മണിക്കൂറേ പഠിക്കാൻ പറ്റുന്നുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ പഠിക്കാൻ എടുക്കുന്ന 5 മാസം എന്നുള്ള സമയം ഞാൻ എന്താക്കി മാറ്റണം? പറഞ്ഞേ. 4 മണിക്കൂർ വെച്ച് 150 ദിവസം 600 മണിക്കൂർ പഠിക്കുന്ന ഒരാളുടെ ഒപ്പം എത്താൻ ഒരു ദിവസം 2 മണിക്കൂർ പഠിക്കാനുള്ള ആള് എന്ത് ചെയ്യാൻ പറ്റും? ഡബിൾ ടൈം എടുക്കണം. അതിന് നമ്മൾ ബാക്കി ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് ഒരു മൊബൈൽ ഫോൺ വേണം, 10,000 രൂപയുടെ മൊബൈൽ ഫോണാ, എന്റെ അടുത്ത് 5,000 രൂപയേ ഉള്ളൂ. അപ്പൊ 5,000 രൂപ കടയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് ആ ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് ഓടാൻ പറ്റുമോ നിങ്ങൾക്ക്? പറ്റുമോ അനുപമ? എന്റെ കയ്യിൽ ഇത്രേ ഉള്ളൂ, എനിക്കിത് വേണം, ഞാൻ അങ്ങ് എടുക്കുക എന്ന് പറഞ്ഞാൽ പറ്റൂ? ആ കാശൂടെ എവിടുന്നേലും ഉണ്ടാക്കി കൊണ്ട് കൊടുത്താലല്ല ഫോൺ കിട്ടുള്ളൂ. അതേ കാര്യമാണ് ജീവിതത്തിൽ എവിടെ പോയിട്ട് നിങ്ങൾക്ക് വെർത്തുവൈലായിട്ടുള്ള എന്തും മോഷ്ടിക്കാം, പറ്റിക്കാം, പിടിച്ചു പറിക്കാം, അതൊന്നുമല്ല ഞാൻ പറയുന്നത്. നമുക്ക് ഒരു കാര്യം, വാല്യൂ ഉള്ള ഒരു സാധനം കിട്ടണമെങ്കിൽ അതിനു വേണ്ടിയിട്ട് എന്ത് സ്പെൻഡ് ചെയ്യണം? ക്വാളിറ്റി ഉള്ള റിലേഷൻ, നല്ല മക്കള്, സ്നേഹമുള്ള ഭാര്യ, ഭർത്താവ്, ആരും ആവട്ടെ, ഇതിനൊക്കെ നിങ്ങൾ എന്ത് സ്പെൻഡ് ചെയ്യണം? ടൈം സ്പെൻഡ് ചെയ്യണം. നെറ്റ് JRF 10-25 ലക്ഷം രൂപ, 1/4 കോടി രൂപയാ കിട്ടുന്നത് 3 to 5 ഇയർ ടൈം ലൈനിൽ. നിങ്ങൾ എന്ത് കൊടുത്തേ പറ്റുള്ളൂ. ടൈം കൊടുക്കാതെ കരയുന്ന ഒരാളെ കാണുമ്പോൾ എനിക്ക് സഹതാപം ഒന്നും തോന്നാറില്ല. എനിക്ക് കിട്ടിയില്ല സാറേ എന്ന് മാത്രം പറയുന്നവരെ കാണുമ്പോൾ എനിക്ക് ഒരു കൊട്ടു കൊടുക്കാനാ തോന്നുന്നത്. എന്റെ ആത്മരോക്ഷവും സങ്കടവും നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? ഇതിനു വേണ്ടിയിട്ടാണോ മനുഷ്യര് ചോര നീരാക്കി 10-16 മണിക്കൂർ പ്രൈവറ്റ് കമ്പനികളിൽ ജോലി ചെയ്ത് സെയിൽസ് ഗേളായിട്ടും പല രീതികളിൽ ജോലി ചെയ്തിട്ട് 2-3 കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തി ബസ്സിൽ തൂങ്ങി ആടുമ്പോഴും ഹെഡ്ഫോൺ വെച്ച് ഈ സാധനമൊക്കെ കേട്ട് 4-5 മണിക്കൂറും പഠിക്കുന്ന പിള്ളേരെ എനിക്കറിയാം. ആ 4 മണിക്കൂർ പഠിക്കാതിരുന്നിട്ട് ഈ വിക്ടിം കാർഡ് കളിക്കുന്ന കുറെ മനുഷ്യരുണ്ട്. നല്ല ചവിട്ടാ കൊടുക്കണ്ടേ? ഞാൻ പറയുന്നതിന്റെ ഗ്രാവിറ്റി നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മുന്നിലെത്താൻ വേണ്ടി അധ്വാനിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യര്, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യര്, അവർ ഈ വെള്ളിക്കരണ്ടിയും കോംപ്ലാൻ ബോയ്സോ ക്ലാസ്സിലെ ടോപ്പറോ ഒന്നും അല്ല. അവർക്കത് വേണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അവർ ചോര നീരാക്കി പഠിക്കുന്ന കുഞ്ഞുങ്ങളാ, മനുഷ്യരാ. അവരുടെ അടുത്ത് കോമ്പീറ്റ് ചെയ്യാനായിട്ട് പോകുമ്പോ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാതെ നമുക്കത് സ്വപ്നം കാണുന്ന, അല്ലെ കിട്ടിയില്ല എന്ന് പരാതി പറയുന്നതിന്റെ ഒരു ഫൂളിഷ്നെസ് പിടികിട്ടുന്നുണ്ടോ? ഫാത്തിമ, നമുക്ക് അടുത്തത് എഴുതാം. ഇനി എക്സാം മുന്നിലോട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് ഈ കാര്യം വരെ, ഈ പോയിന്റ് വരെ മനസ്സിലായെങ്കിൽ തന്നെ
പകുതി പരിപാടി കഴിഞ്ഞു. ഇനി അടുത്തതാണ് ഈ സിലബസ് മനസ്സിലാക്കലും മറ്റു കാര്യങ്ങളെല്ലാം. നിങ്ങളുടെ തലയില് ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ അടുത്തൊരു 4-5 മാസത്തേക്ക് എനിക്ക് JRF വേണം, അതിനുവേണ്ടി എനിക്ക് 1 മിനിറ്റ് ഉണ്ട്, ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിച്ച് അത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത കുറവാ. ഞാൻ കിട്ടില്ല എന്നൊന്നും പറയുന്നില്ല, പക്ഷെ ഒരു ഒബ്സഷൻ വേണം. ഏറ്റവും മികച്ച 6% പേര്, അത് ഇന്ത്യയിലെ മികച്ച 6%, ഏറ്റവും മികച്ച 1% ആളാവണമെങ്കിൽ ആ കൺസിസ്റ്റൻസിയും ആഗ്രഹവും അതിനു വേണ്ടിയിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മനസ്സും നിങ്ങൾക്ക് വേണം. ഇതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഈ 10 യൂണിറ്റിന്റെ കാര്യവും സിലബസ് മനസ്സിലാക്കലും ഒക്കെ വരുന്നത്. ഈ സിലബസിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ള സംഭവം പേപ്പർ 1 ആണെങ്കിലും പേപ്പർ 2 ആണെങ്കിലും നിങ്ങൾക്ക് ഇന്ന് തന്നെ ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. പ്രിയ, ഈ കാര്യം ഞാൻ സെഷൻ കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ ഒടുവിലായിട്ട് Q&A ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. നിങ്ങളുടെ ചോദ്യം ഇഗ്നോർ ചെയ്യല്ല, നിങ്ങൾ കുറച്ചു നേരം ഓടി കറക്റ്റ് 9 മണി ആകുമ്പോഴത്തേക്ക് അവസാനിപ്പിക്കാം. ഒരുപാട് സമയം വലിച്ചു നീട്ട് ഒന്നുമില്ല. അപ്പൊ ആ ചോദ്യങ്ങളെല്ലാം ഞാൻ ലാസ്റ്റ് എടുക്കാം കേട്ടോ. പ്രിയയുടെ മാത്രമല്ല, കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ഓരോന്നായിട്ട് പറഞ്ഞു തരാം. അപ്പൊ ഈ 10 20 യൂണിറ്റിന് നിങ്ങൾക്കുള്ള ഈ 120 ദിവസത്തിലെ അവസാനത്തെ ഒരു 20 ദിവസം പുതിയത് പഠിക്കേണ്ട, റിവിഷന് വേണ്ടി മാറ്റി വെക്കുക. പിന്നെ ഒരു 100 ദിവസമല്ലേ ഉള്ളത്. അതിൽ ഓരോ ദിവസവും നിങ്ങൾ പഠിക്കുന്ന സമയം എത്രയാണോ അതിന്റെ പകുതി സമയം പഠിക്കുകയും പകുതി സമയം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് മാറ്റിവെക്കുക. നമ്മുടെ I+ന്റെ കോഴ്സുകളിലാണെങ്കിൽ എയിം JRF ടെസ്റ്റ് സീരീസിൽ 6000-ലധികം ചോദ്യങ്ങള്. 2 സബ്ജക്ട് എഴുതാൻ പറ്റില്ല, 2ലും ഡിസ്ക്വാളിഫൈഡ് ആവും. ഒരാൾക്ക് ഒരു സൈക്കിളിൽ ഒരു സബ്ജക്ട്. ചോദ്യങ്ങളുണ്ട് വിത്ത് എക്സ്പ്ലനേഷൻ. നിങ്ങൾ ഈ പഠിക്കുന്നതിന്റെ കൂടെ ടെസ്റ്റ് എടുക്കണമെന്ന് ഞാൻ പറയുന്നതിന്റെ റീസൺ, നമ്മുടെ ഓഫ്ലൈൻ ബാച്ചിലുള്ള കുട്ടികളാണെങ്കിലും അവർ ഏറ്റവും കൂടുതൽ JRF കിട്ടിയവരാണെങ്കിലും ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യം, ഈ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ഒത്തിരി സഹായിച്ചിട്ടുണ്ടെന്ന്. കാര്യം പഠിക്കുന്നത് ഒരു കാര്യവും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുമ്പോൾ ആ ചോദ്യം വായിച്ച് മനസ്സിലാക്കാൻ തന്നെ ഒരു 10-20% കുട്ടികൾ ഫെയിൽ ആവും. നിങ്ങള് വിമർശനാത്മകമായിട്ട് ക്രിട്ടിക്കലായിട്ട് വിലയിരുത്തിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് ചോദ്യത്തിലെ ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് തെറ്റിപ്പോയ ഒരു 10-20% ക്വസ്റ്റ്യൻസ് 90% കുട്ടികൾക്കും കാണും. എഗ്രി ചെയ്യുന്നവർ പറഞ്ഞേ, നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അംബിഗിറ്റി, അൺഅംബിഗസ്, അല്ലെങ്കിൽ ചില പ്രത്യേക വാക്കുകൾ വന്നിട്ട് അതിന്റെ അർത്ഥം എന്താണെന്ന് അറിഞ്ഞാലേ ആ ചോദ്യത്തിന്റെ ആൻസർ എഴുതാൻ പറ്റൂ. നിങ്ങൾ വേറെ എന്തൊക്കെ പഠിച്ചാലും നിങ്ങളുടെ ഇംഗ്ലീഷ് മെച്ചമല്ലെങ്കിൽ ഈ മലയാളം ഒക്കെ എടുക്കുന്ന കുട്ടികളെ നമ്മുടെ അടുത്ത് വരുന്നവരാ. ഈ കേരളം മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ കുറെ JRFകാരുടെ എണ്ണം എടുത്താല് മോസ്റ്റ് പ്രോബബിൾ ആയിട്ടുള്ള ആളുകൾ I+ന്റെ കൂടെയാണ്. കാര്യം എന്താ, അവരോടൊക്കെ പറയുന്ന, അവരെ ടെറ്റോക്കും കാര്യങ്ങളും ഒക്കെ കേൾപ്പിച്ച് ഇംഗ്ലീഷ് പഠിപ്പിച്ചെടുക്കുക ആദ്യത്തെ പരിപാടി. കാര്യം ചോദ്യം വായിച്ച് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര അറിവുണ്ടായിട്ട് എന്താ കാര്യം? നിങ്ങൾക്ക് കോൺസെപ്റ്റ് എല്ലാം അറിയാം, അനുമാന, ഉപമാന, മാത്തമാറ്റിക്കൽ റീസണിങ്, DI, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച്, B.Ed ചെയ്ത ആൾക്കാരാ, സൈക്കോളജി അറിയാം. ഇതൊക്കെ അറിയാമെങ്കിലും നീതിയോടും ആര്യോടും ചോദിക്കുന്ന ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായില്ല. അങ്ങനത്തെ ഒരു 10-20% കടുകട്ടി ചോദ്യങ്ങളും ഇംഗ്ലീഷ് വാക്കുകളുള്ളത് എന്തായാലും ഉണ്ടാവും. അപ്പൊ ഈ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നില്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ഗോൾഡൻ ചാൻസാ. കാര്യം എന്താണെന്നറിയോ, മിക്കവാറും ഡിസംബറിലേക്കോ അടുത്ത ജൂൺ സൈക്കിളിലേക്കോ സിലബസ് മാറും. പുതിയൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ജൂണിൽ എന്തായാലും മാറ്റമില്ല. നിങ്ങൾക്ക് 2018 മുതൽ എണ്ണി നോക്കിയേ, 2019, 20, 21, 22, 23 5 വർഷത്തെ നെറ്റ് പേപ്പർ 1ന്റെ 1000-കണക്കിന് ചോദ്യങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സിലബസ് മാറിക്കഴിഞ്ഞാലോ, എല്ലാം മാറുന്നല്ല, പല ഏരിയകളും മാറും. ആ ഏരിയയിലെ ഒരു ചോദ്യമെങ്കിലും നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് വെക്കാൻ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവുമോ? പറഞ്ഞേ, ഉണ്ടാവൂ? പുതിയ സിലബസ്, പുതിയ ഏരിയയിലെ റെഫറൻസ് എവിടുന്ന് കിട്ടും? I+എന്നല്ല, കോച്ചിങ് സ്ഥാപനങ്ങൾക്കെന്നല്ല, നിങ്ങൾ സെൽഫ് സ്റ്റഡി ആണ്, നിങ്ങൾക്ക് ആർക്കും കിട്ടില്ല. പുത്തൻ ചോദ്യങ്ങൾ നേരിട്ട് പഠിക്കണ്ടേ? ഇപ്പോഴാണ് നിങ്ങളുടെ മുന്നിൽ റോഡ് ഇങ്ങനെ ടാർ ചെയ്ത് സൂപ്പർ ആക്കി ഇട്ടേക്കുന്ന പോലെ എങ്ങനെ പോണം, എവിടെ പോണം എന്ന് ദിശാ ബോർഡും സൈനും ലൈറ്റുകളും സിഗ്നലും ഒക്കെ വെച്ചിട്ടുണ്ട്. അതുവഴി ഒന്ന് പോയാൽ മതി, നിങ്ങൾ JRFലും നെറ്റിലും എത്തും. 16,000 ചോദ്യമുണ്ട്. നിങ്ങൾ പേപ്പർ 1 ഞാൻ എഴുതി നിങ്ങൾക്ക് തരാം. I+ന്റെ ക്ലാസ്സുകൾ കേട്ട് നിങ്ങൾ ഒരു 10, 30, 40 മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ 10 യൂണിറ്റിന്റെ ക്ലാസ് കേട്ട് കഴിയാൻ പറ്റും. അടുത്ത ഒരു 10, 100 മണിക്കൂർ, ഈ 600 മണിക്കൂറിലെ 1/3
200 മണിക്കൂർ പേപ്പർ 1-നും 400 മണിക്കൂർ പേപ്പർ 2-നും കൊടുക്കേണ്ടതാണ്. ഇനി നിങ്ങൾക്ക് 450 മണിക്കൂറേ ഉള്ളെങ്കിൽ 150 മണിക്കൂർ. കാര്യം എന്താ? 50 മാർക്ക് പേപ്പർ 1-നാണെങ്കിൽ 100 മാർക്ക് സിലബസ് മാറുന്നതുകൊണ്ട് നെഗറ്റീവ് മാർക്ക് ഒന്നുമില്ല. അതൊക്കെ എന്തൊരു ചോദ്യമാണ്. നെഗറ്റീവ് മാർക്ക് ഉണ്ടെന്ന് തീരുമാനിച്ചാലേ നെഗറ്റീവ് മാർക്ക് വരൂ. സിലബസ് മാറിയോണ്ട് ടോപ്പിക്കേ മാറുള്ളൂ, മാർക്കിംഗ് സ്കീം ഒന്നും മാറില്ല. അപ്പോ 50 ചോദ്യങ്ങൾക്ക് 1 കൊടുത്താൽ 100 ചോദ്യങ്ങളാ പേപ്പർ 2. അതിന് 1 മണിക്കൂർ ഇവിടെ പഠിച്ചാൽ 2 മണിക്കൂർ പേപ്പർ 2-ന് പഠിക്കണം. നിങ്ങൾ പഠിക്കുന്ന സിമ്പിൾ ഇക്വേഷനാ. ഞാൻ റോക്കറ്റ് സയൻസും കാര്യങ്ങളൊന്നും പറയുന്നില്ല. പ്രിൻസി ലാസ്റ്റ് ചോദിക്കണേ. 3 മണിക്കൂർ പഠിക്കുകയാണെങ്കിൽ 1 മണിക്കൂർ പേപ്പർ 1-ന്, 2 മണിക്കൂർ പേപ്പർ 2-ന്. ആ 1 മണിക്കൂറിന്റെ പകുതി നിങ്ങൾ ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിൽ ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കാറ്റഗറൈസ് ചെയ്ത MCQയും കാര്യങ്ങളും ഒക്കെ നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ടുണ്ട്. സെൽഫ് സ്റ്റഡി ആണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ആ PDF-കളിൽ നിന്ന് തപ്പിയെടുക്കേണ്ടി വരും. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ ടൈപ്പ് ഓഫ് ലേണേഴ്സ് അല്ലെങ്കിൽ ടീച്ചിങ് എയ്ഡ് എന്നുള്ള ഏരിയ ആണെങ്കിൽ അതിൽ നിന്നുള്ള ചോദ്യങ്ങളൂടെ ചെയ്യാം. പേപ്പർ 2 ഇതുപോലെ നിങ്ങൾ 2 മണിക്കൂർ പേപ്പർ 2 പഠിക്കുകയാണെങ്കിൽ 1 മണിക്കൂർ ടോപ്പിക്ക് പഠിക്കുക, 1 മണിക്കൂർ ചോദ്യങ്ങൾ നോക്കുക. ചോദ്യം നോക്കുമ്പോൾ ഒന്നാമത്തെ ചോദ്യം സ്റ്റേറ്റ്മെന്റ് A ശരിയാണ്, സ്റ്റേറ്റ്മെന്റ് B തെറ്റാണ്. ഓക്കെ, എനിക്ക് ശരിയായല്ല, എനിക്ക് തെറ്റി. ഓപ്ഷൻ ABCD നോക്കി, B ആണ് ആൻസർ, എനിക്ക് കറക്റ്റ് ആയി അല്ലെങ്കിൽ എനിക്ക് കറക്റ്റ് ആയില്ല. ആ രീതിയിലുള്ള പഠനം നിങ്ങളെ ഹെൽപ്പ് ചെയ്യില്ല. നിങ്ങൾ ഈ കാര്യങ്ങൾ എഴുതിയെടുത്തു എന്ന് ഞാൻ കരുതുന്നു. പഠിക്കാനുള്ള മാജിക് ഫോർമുല ഇത്രയേ ഉള്ളൂ. പഠിക്കുന്നതിനെ 3 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുക. ഒരു പാർട്ട് പേപ്പർ 1-ന് കൊടുക്കുക, പകുതി തിയറി പഠിക്കാൻ, പകുതി ക്വസ്റ്റ്യൻസിന്. പേപ്പർ 2 പഠിക്കാൻ ബാക്കി 2 പാർട്ട് കൊടുക്കുക, അതിന്റെ പകുതി സിലബസ് കവർ ചെയ്യാൻ, ബാക്കി പകുതി ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ. ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ചോദ്യത്തിന്റെ അർത്ഥം കിട്ടുന്നില്ലെങ്കിൽ ഇംഗ്ലീഷ് വാക്ക് ഡിക്ഷണറി നോക്കി നമുക്ക് ഗൂഗിളിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ പോരെ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് അൺഅംബിഗിറ്റി, അൺഅംബിഗസ്, ആംബിഗിറ്റി, ഇതിന്റെ മീനിങ് എന്താ? നോട്ട്ബുക്കിൽ ഒന്ന് കുറിച്ചിട്. എന്നിട്ട് ചോദ്യം തെറ്റി മസ്റ്റായിട്ട് എഴുതി വെക്ക്. 4 ഓപ്ഷൻ ഉണ്ട്. 4 ഓപ്ഷൻ തന്നേക്കാം. സ്നോബോൾ സാമ്പിളിംഗ്, അല്ലെങ്കിൽ ക്വാട്ട സാമ്പിളിംഗ്, പർപ്പസീവ് സാമ്പിളിംഗ്, ജഡ്ജ്മെന്റൽ സാമ്പിളിംഗ്. ഈ സാമ്പിളിംഗ് പ്രൊസീജിയറിന്റെ നിങ്ങൾക്ക് ശരി ഉത്തരം കിട്ടി. ബാക്കി 3 ഓപ്ഷൻ നിങ്ങൾക്ക് അറിയില്ലേ, നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് ലൈബ്രറി പോവോ, കിലോമീറ്ററുകൾ ബസ്സോ ട്രെയിനോ കയറിയൊന്നും പോണ്ടല്ലോ. ആ കയ്യിലിരിക്കുന്ന സാധനം, ഈ വസ്തു എടുത്താൽ മതിയല്ലോ. ഇതെടുക്കുക, ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോ 1-2 സെന്റൻസ് textbook.com-ഓ iPlusന്റെ ഏതെങ്കിലും കുന്തപ്രാണ്ടികളോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബ് ചാനലുകളോ, iPlus മാത്രമല്ല കുറെ നല്ല യൂട്യൂബ് ചാനലുകളുണ്ട് ഫ്രീ ആയിട്ട് റിസോഴ്സ് കിട്ടുന്നത്. അവിടെ നിന്നൊക്കെ എഴുതി വെക്ക്. എഴുതി വെക്കാതിരുന്ന നാളെ ഉണരുമ്പോൾ നിങ്ങൾക്ക് ഈ ഇന്ന് സെർച്ച് ചെയ്തതിൽ എത്ര പോയിന്റ് ഓർമ്മയുണ്ടാവും? എത്ര പോയിന്റ് ഓർമ്മയുണ്ടാവും? നാളെ പോട്ടെ, അടുത്ത ആഴ്ച എത്ര പേർക്ക് ഓർമ്മയുണ്ടാവും? ദൈവത്തെ ഓർത്തിട്ട് നിങ്ങൾ നോക്കുന്ന കാര്യങ്ങൾ, സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ 1-2 സെന്റൻസ് ബുക്കിൽ കുറിച്ചിട്. iPlusന്റെ കൂടെ ആണെങ്കിൽ നമ്മൾ ആർക്കും നോട്ട് പ്രിന്റബിൾ ആയിട്ട് കൊടുക്കത്തില്ല. നമ്മുടെ കുറെ അഡ്മിഷൻ നഷ്ടമായി പോകും. കുറെ പേര് ചോദിക്കും, സാറേ അതിങ്ങ് തന്നൂടെ എന്ന്. തരില്ല. കാര്യം എന്താ? നിങ്ങൾ എഴുതാത്ത ഒരു സാധനവും നിങ്ങളുടെ പഠനമാവുന്നില്ല. ഫോണിന് ബുദ്ധി വെച്ചിട്ടോ iPlusന് നല്ല നോട്ട് ഉണ്ടായിട്ടോ വല്ല കാര്യമുണ്ടോ? ഇപ്പൊ ആരും എഴുതാൻ തീരുമാനിച്ചിട്ടില്ല. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക തോക്കാൻ വേണ്ടിയിട്ട്. പ്രിന്റഡ് ആയിട്ട് എല്ലാ നോട്ടും അങ്ങ് തന്നു കഴിഞ്ഞാൽ, പ്രിന്റഡ് ആയിട്ടുള്ള മെറ്റീരിയലിന്റെ കുറവ് കൊണ്ട് ആരെങ്കിലും പരീക്ഷ തോറ്റുപോയിട്ടുണ്ടോ? 200, 300, 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആമസോണിൽ കിട്ടും ഇതെല്ലാം പ്രിന്റ് ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങൾ. നിങ്ങൾ എഴുതണം. നിങ്ങൾ എഴുതുകയും ആവർത്തിക്കുകയും. എഴുതുമ്പോൾ 3 റൗണ്ട് റിവിഷനാ നടക്കുന്നത്. ആദ്യം വായിക്കണ്ടേ സജ്ജന ഒരു കാര്യം എഴുതണമെങ്കിൽ? 2 ചുരുക്കി എഴുതണമെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കണ്ടേ അനുപമ? 3 കാർത്തിക അത് എഴുതുമ്പോ 3-ാമത്തെ റൗണ്ട് തലയെ കൂടെ കടന്നുപോയി വിരൽ വെച്ച് പേന പിടിച്ച് എഴുതണ്ടേ? പഴയ ടെക്നോളജി ഒക്കെയാ. പക്ഷേ ഒരു കാര്യം വായിച്ച് ഷോർട്ട് നോട്ട് ആക്കി എഴുതണമെങ്കിൽ നിങ്ങൾ 3 തവണ അതിനെപ്പറ്റി ഏറ്റവും മിനിമം ചിന്തിക്കണം. വേണോ? JRF നെറ്റോ വേണേ കുറച്ച് പണിയൊക്കെ എടുക്കണം. സമയം കുറവുണ്ടാവും. അപ്പൊ നിങ്ങൾ കുറച്ച് എഴുതിയാൽ മതി. സമയം കുറവാണെങ്കിൽ നിങ്ങൾ കൂടുതൽ കാലഘട്ടം കൊടുക്കേണ്ടി വരും. എല്ലാം കൂടി പറഞ്ഞാൽ നടക്കില്ല. പോയിന്റ് കുറിച്ചിട്ടോണേ. ഷോർട്ട് നോട്ട് മസ്റ്റ് ആണ്. PYQ മസ്റ്റ് ആണ്. തെറ്റുന്ന ചോദ്യങ്ങൾ നിർബന്ധമായിട്ടും എഴുതണം. പരീക്ഷാ ഹാളില് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഈ പറഞ്ഞ, ചിലപ്പോ ഞാനൊക്കെ തെളിഞ്ഞു വരുന്ന കുറെ പിള്ളേർ പറയാറുണ്ട്, പരീക്ഷയുടെ തലേന്നും പിറ്റേന്നൊക്കെ സ്വപ്നം കണ്ടല്ലേ പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോ സാറ് വന്നിട്ട് ഇത് പറയുന്ന പോലെ തോന്നിയെന്ന്. കാര്യം ആവർത്തിക്കുന്നതുകൊണ്ടാ.
നിങ്ങൾ എന്നെ സ്വപ്നം കാണും, എന്റെ തല കാണുമൊന്നും വേണ്ട. നിങ്ങളുടെ ബുക്കിൽ അത് കൃത്യമായിട്ട് എഴുതിയിട്ട് പല മഷികൾ വെച്ച് അണ്ടർലൈൻ ചെയ്ത് ഇനി ഡയഗ്രമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതിനെ, മൈൻഡ് മാപ്പുകളായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതിനെ അങ്ങനെ കൺവേർട്ട് ചെയ്ത് എഴുതി വെച്ചത് നിങ്ങൾ ചോദ്യം വായിക്കുമ്പോൾ തെറ്റിയ ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ വരും. അതിന് എന്ത് പണിയെടുക്കണം? പണിയെടുക്കാതെ പറ്റില്ല കേട്ടോ. ഞാൻ ഇതൊന്നും ചെയ്യില്ല സാറേ, എനിക്കിതൊന്നും പറ്റൂല, എനിക്ക് JRF വേണം, ഞാൻ 8ാമത്തെ തവണയാണ് നെറ്റ് എഴുതുന്നത്, എനിക്ക് നെറ്റ് വേണം. അതെങ്ങനെ 8ാമത്തെ തവണ എഴുതുന്ന ആക്കല്ലല്ലോ നെറ്റ് കിട്ടുന്നത്. നിങ്ങൾ ആവശ്യത്തിന് ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ള ആളാണോ, നിങ്ങൾക്ക് നെറ്റ് കിട്ടും. അല്ലേ കളി? അപ്പോ നോട്ട് എഴുത്ത്, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് മസ്റ്റ് ആണ്. ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ പരീക്ഷാ ഹോളിൽ മൈൻഡ് കൂടി കൺട്രോൾ ചെയ്ത NTA പല കളികളും ഉണ്ടാവും. ഹോൾ ടിക്കറ്റ് തലേ ദിവസമായിരിക്കും ചിലപ്പോൾ തരുന്നത്, ചെല്ലുന്ന ഹോളിൽ ഫാൻ കാണൂല. ഇനിയും ആടുന്ന ഡെസ്കിൽ ഇരുന്നിട്ട് നമ്മുടെ അപ്പൂപ്പൻ ഉണ്ടായ കാലത്തെ കമ്പ്യൂട്ടറിലായിരിക്കും പരീക്ഷ എഴുതേണ്ടത്. 15 ഇഞ്ച് താഴെയുള്ള സ്ക്രീൻ ഉണ്ടെങ്കിൽ അതിലായിരിക്കും ചോദ്യങ്ങൾ കാണിക്കുന്നത്. സ്ക്രോൾ ചെയ്ത് നിങ്ങൾ തളരും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്ത് പരീക്ഷാ ഹോളിലൂടെ മനസ്സൊന്ന് നിയന്ത്രിച്ച അടുത്ത ജൂണിൽ എനിക്ക് ഉറപ്പുണ്ട് ഈ വെബിനാർ കേൾക്കുന്ന 142 പേരിൽ 142 പേർക്ക് നെറ്റും JRFും കിട്ടും. ഒരെണ്ണം എന്റെ സ്ക്രീനും ഒന്ന് ഞാനും എന്റെ സ്റ്റാഫും 1-2 പേരുണ്ട്. ബാക്കിയുള്ള 138 പേർക്ക് എന്തായാലും കിട്ടും. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് ഈ 138 പേര് ജൂൺ 10 വരെ കൃത്യമായിട്ട് പഠിക്കില്ല. അതൊരു ദേഷ്യം കൊണ്ടോ ഒന്നും പറയുന്നതല്ല, അത് സത്യമായതുകൊണ്ട് പറയുക. നിങ്ങളെ വെറുതെ പമ്പപ്പ് ചെയ്ത് മോട്ടിവേഷൻ ഒക്കെ കുത്തിവെച്ചൊരു വലിയ ബലൂൺ ആക്കിയിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. എനിക്ക് ഷുഗർ കോട്ട് ചെയ്ത് കാര്യങ്ങൾ പറയാൻ പലപ്പോഴും അറിയില്ല എന്ന് എന്റെ ഓഫീസിലെ പിള്ളേരും പറയാറുണ്ട്. വേണ്ടെന്നേ, സത്യം പറയുന്നതല്ലേ നല്ലത്. ഈ പറയുന്ന മനസ്സിലാവുന്ന കുറെ കുട്ടികൾ എന്റെ മുന്നിൽ ഉണ്ടാവും എന്ന് എനിക്കറിയാം. അവരെന്നെ സ്നേഹത്തോടെ എപ്പോഴെങ്കിലും ഓർത്താല് I+ ഫാമിലിക്കും എന്റെ ഫാമിലിക്കും, എനിക്കൊരു ചെറിയ മോനുണ്ട്, ഇപ്പോ അടുത്ത ആളെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അവർക്കൊക്കെ നന്മയുണ്ടാവും എന്നറിയാം. എന്റെ ജീവിതം അത്രയും സിമ്പിളാ. അത് മതി. നമ്മൾ നല്ല പർപ്പസ് ചിന്തിക്കുക, നല്ല കാര്യങ്ങള് നല്ല ഇന്റൻഷനോടെ. ഞാൻ തെറ്റൊന്നും ചെയ്യില്ല എന്നോ അല്ലെങ്കിൽ I+ന് ഒരിക്കലും തെറ്റ് വന്നിട്ടില്ല എന്നോ ഒന്നുമല്ല. നമ്മൾ എത്തിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യുക, സത്യസന്ധരായിരിക്കുക അവനവനോട്, നമ്മൾ ചെയ്യുന്ന കാര്യത്തോട് പാഷനേറ്റ് ആവുക, സ്നേഹം ഉണ്ടാവുക. അപ്പോ ഇതൊക്കെ ഉണ്ട്, ബാക്കിയെല്ലാം നമ്മുടെ അടുത്തേക്ക് വരും. ബാക്കിയെല്ലാം റിസൾട്ടും പണവും പ്രശസ്തിയും ഒക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരും. നിങ്ങളുടെ അടുത്തേക്ക് ഈ കാര്യങ്ങളെല്ലാം എത്തും. നിങ്ങൾക്ക് എന്റെ മനസ്സിൽ, നിങ്ങൾക്ക് എന്റെ മുഖത്തെ ചിരിയോ എന്റെ കണ്ണിലെ നനവോ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, എന്റെ തൊണ്ടയിടറുന്നതോ. പക്ഷെ ആത്മാർത്ഥമായിട്ട് ഇതൊക്കെ ചെയ്താണ്ടല്ലോ മക്കളെ, നിങ്ങൾക്ക് ഒരു ദിവസം ഇതുപോലെ പറയാൻ പറ്റും, ഇതല്ലേ ജീവിതത്തിന്റെ പർപ്പസ്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പാഷനേറ്റ് ആയിട്ട് ചെയ്യുക. ഒരു അധ്യാപകനാവാൻ പറ്റുക, അധ്യാപിക ആവാൻ പറ്റുക എന്ന് പറഞ്ഞാല് അതുപോലെ സൂപ്പർ ആയിട്ടുള്ള ഒരു കാര്യമില്ല. അത്രയും നല്ലൊരു കരിയർ ഇല്ല ശില്പ, അത്രയും റിവാർഡിംഗ് ആയിട്ടുള്ള ഒരു കാര്യമില്ല. ചിലരൊക്കെ പറയുമ്പോൾ കണ്ണൊക്കെ നിറയുമ്പോ, ഇന്ന് ഈ പറഞ്ഞ കുട്ടിയൊക്കെ ഉണ്ടല്ലോ, 18-ാം വയസ്സ് എനിക്ക് ആദ്യത്തെ മോനുണ്ടായിട്ട് അത് കഴിഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായില്ല സാറേ, നിങ്ങളാണ് എന്നെ സപ്പോർട്ട് ചെയ്തതെന്ന് പറയുമ്പോൾ കിട്ടുന്ന എനർജി ഉണ്ടല്ലോ, അത് വേറെ എങ്ങൊന്നും കിട്ടില്ല. അതിനു വേണ്ടിയിട്ട് സ്വപ്നം കാണുക. ഞാൻ ഈ പറഞ്ഞ പണവും ഈ സെൽഫ് ഇൻഡിപെൻഡൻസും ഫിനാൻഷ്യൽ ഫ്രീഡവും ഒക്കെ ഇതിന്റെ ബൈ പ്രോഡക്റ്റാണ്. അത് പറഞ്ഞ് നിങ്ങളെ ഞാനൊന്ന് മോട്ടിവേറ്റ് ചെയ്തു എന്നേ ഉള്ളൂ ആദ്യം. പക്ഷേ അതിനേക്കാളൊക്കെ നിങ്ങളുടെ ഉള്ളില് കെട്ടുപോവാത്ത തീ നിറയ്ക്കാൻ നിങ്ങളുടെ ഈ സ്വപ്നങ്ങൾക്ക് പറ്റും. ചെയ്യുന്ന കാര്യങ്ങളോട് കമ്മിറ്റഡ് ആവുക, ചെയ്യുന്ന കാര്യങ്ങളോട് പാഷനേറ്റ് ആവുക. നെറ്റോ JRFോ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന കാര്യമോ അടുത്ത ജനറേഷനെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമോ അസിസ്റ്റന്റ് പ്രൊഫസർ ആവുന്നതോ നിങ്ങളുടെ മേഖലയിൽ PhD ചെയ്യുന്നതോ എന്ത് കാര്യമാവട്ടെ, പാഷനേറ്റ് ആകും. നിങ്ങൾക്കായിട്ട് ചെയ്യും, മറ്റാരെയും കാണിക്കാനല്ല. എനിക്കത് വേണം, അതുകൊണ്ട് ഞാൻ അത് ചെയ്യുക. ശ്രീലക്ഷ്മി ടീച്ചറിനോട് എനിക്കുള്ള സ്നേഹം അതാ. ശ്രീലക്ഷ്മി ടീച്ചർ ഇവിടെ ഉണ്ട്. ടീച്ചറിനെ അടുത്ത 10 മിനിറ്റ് നിങ്ങളോട് സംസാരിക്കും, പിന്നെ ഞാൻ ക്വസ്റ്റ്യൻസ് എടുക്കും. അവരോടുള്ള സ്നേഹവും റെസ്പെക്റ്റും എനിക്കതാ. ചെയ്തതൊന്നും ഈ പാതി വെന്തതുപോലെയല്ല. എനിക്ക് എന്ത് കിട്ടും എന്ന് ആലോചിച്ചിട്ടല്ല ചെയ്തത്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന, എനിക്ക് ടീച്ചർ ഒരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഞാനിത് ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് എന്റെ അടുത്ത് പറയും, സാറിന് ഓർമ്മയുണ്ടാവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ സാർ എന്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ഒരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു, അതിനാ ഞാൻ പഠിച്ചത്. അപ്പൊ അങ്ങനെ ഒരു ഫയറുള്ള പാഷനേറ്റ് ആയിട്ടുള്ള ആളുകളെ അല്ലേ ലോകത്തിന് വേണ്ടത്. ഇപ്പം സോണിയെയും കാർത്തികയും ഇതുവരെ അനുപമയും വിശ്വനാഥയും ഒക്കെ പഠിപ്പിക്കാൻ വരുന്ന ആൾക്കാര് എങ്ങനെ ആവണമെന്നാ നിങ്ങൾ ആഗ്രഹിക്കുന്നേ? എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ വന്നാ മതിയോ?
അവര് പാഷനേറ്റ് ആവാൻ ആഗ്രഹിക്കുന്നില്ലേ? അപ്പൊ നിങ്ങൾ പാഷനേറ്റ് ആവ്. ബാക്കി ആർക്കും ഒന്നും ചെയ്യണ്ട, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യും. ഇതൊക്കെ വിട്ട് കളഞ്ഞിട്ട് പിന്നെ ബാക്കി ഈ സിസ്റ്റത്തെയും NTA-യും ഒക്കെ തെറി പറയുന്ന കുറെ ആൾക്കാരുണ്ട്. എനിക്കും ചിലപ്പോൾ NTA-യോട് ദേഷ്യമൊക്കെ വരും ഈ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. പക്ഷെ വിട്ട് കളയണം. കാര്യം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, ദൈവമേ എനിക്ക് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കാനുള്ള ശക്തി എനിക്ക് തരണേ. എനിക്ക് മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളെ എനിക്ക് ഉൾക്കൊള്ളാനുള്ള മനസ്സിന്റെ വിശാലത തരണേ. എനിക്ക് ബാക്കി എല്ലാവരെയും ഒന്നും നന്നാക്കാൻ പറ്റത്തില്ല. ഞാൻ എന്റെ ചെറുപ്പകാലത്തൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നടക്കില്ല. എനിക്ക് എന്നെ പോലും മാറ്റാൻ പറ്റുന്നില്ല. നമ്മൾ അത്രയും ഹെൽപ്ലെസ് അല്ലേ? നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യും. നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കാൻ പറ്റുന്ന സമയം, എന്തായാലും നാളത്തേക്കാൾ നല്ല അവസരം ഇന്നുള്ളത് അല്ലേ? ദിവസവും വർഷങ്ങളും ഒക്കെ മുന്നോട്ട് പോവുക. ഇന്നാ നമുക്കുള്ള ഏറ്റവും നല്ല അവസരം. എനിക്ക് ഇന്നലെ പഠിക്കണമെന്ന് പറഞ്ഞാൽ ഇനി പറ്റൂ. ചിലർ വന്ന് പറയുന്ന കാര്യം, ഞാൻ ഇന്ന് തുടങ്ങി എനിക്ക് കിട്ടുമോ സാറേ എന്ന്. എനിക്ക് മനസ്സിൽ തോന്നുന്നു നിനക്ക് ഞാൻ ഇടി തരുമെന്ന്. എന്നാലും ഞാൻ പറയും, നാളെ തുടങ്ങുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഇന്ന് തുടങ്ങുന്നതാ. ഇന്ന് പഠിച്ചു തുടങ്ങും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെങ്കിൽ ഇതുപോലെ എല്ലാ ദിവസവും രാത്രി 9 to 10 നിങ്ങൾക്ക് ഞാൻ സംസാരിക്കുന്നത് കേൾക്കണം. അതിന്റെ കൂടെ പേപ്പർ 1 പഠിക്കണമെങ്കിൽ നമ്മുടെ ഒരു ലൈവ് ബാച്ച് ഉണ്ട്. ചെറിയൊരു ഫീസേ ഉള്ളൂ, GST അടക്കം. കുറച്ചു പേരേ ഉള്ളൂ താനും അതിൽ, ഒത്തിരി വിദ്യാർത്ഥികളും ഇല്ല. അപ്പോ അങ്ങനെ എന്നും പഠനത്തെ പറ്റി ഒരു ഓർമ്മ വേണമെങ്കിൽ പേപ്പർ 1ന്റെ ലൈവ് കോച്ചിങ് നിങ്ങൾക്ക് എടുക്കാം. ഫ്രീ റിസോഴ്സാ വേണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരുപാടുണ്ട്. ഇനി അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, റെക്കോർഡ് ക്ലാസ് മതിയെങ്കിൽ അതുണ്ട്. 1000 രൂപ പോലും പഠിക്കാൻ മാറ്റിവെക്കാനില്ലെങ്കിൽ നമ്മുടെ AIMJRF ടെസ്റ്റ് സീരീസ് ഉണ്ട്, അതെങ്കിലും എടുക്കാം. ഞാൻ ഫീസ് പറഞ്ഞല്ലോ, സോറി. പിന്നെ ഈ വീഡിയോ നമ്മൾ ചിലപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ എല്ലാ വർഷവും ഒരേ ഫീസ് ആവില്ല, എല്ലാ സമയത്തും ഒരേ ഫീസ് ആവില്ല. കാര്യം പരീക്ഷയോട് അടുത്ത് എത്തുമ്പോഴത്തേക്ക് നമ്മുടെ കോച്ചിങ്ങിന്റെ ഡ്യൂറേഷൻ കുറയുന്നതുകൊണ്ട് ഫീസ് കുറയും. അതുകൊണ്ട് എപ്പോഴും ഒരേ ഫീസ് ആവണമെന്നില്ല. നമ്മുടെ ടീം ആരെങ്കിലും നമ്മുടെ സെയിൽസ് ടീമിലെ ആളുകളുടെ നമ്പരും ലിങ്കും ഒന്ന് ചാറ്റിൽ ഇടണേ, കുറെ പേര് ചോദിക്കുന്നുണ്ട്. അപ്പൊ കോച്ചിങ് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അത് ചോദിച്ചാൽ മതി. അപ്പോ അതൊക്കെ വിട്, നമുക്ക് ശ്രീലക്ഷ്മി ടീച്ചർ പറയുന്ന കാര്യങ്ങൾ ഇനി കേൾക്കാം. ഞാനൊരു 5 മിനിറ്റ് ഒന്ന് ബ്രേക്ക് എടുക്കുകയാണ്. ശ്രീലക്ഷ്മി ടീച്ചറെ, എങ്ങനെയാണ് പഠിച്ച് 240 എത്തിയത്? 80% എങ്ങനെ സ്കോർ ചെയ്തെന്ന് നമ്മളെ കേൾക്കാൻ ഈഗറായിട്ടിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളോടൊന്ന് പറയാം. ജനറൽ ആയിട്ട് അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന, ടീച്ചറിന് ഇംപ്ലിമെന്റ് ചെയ്ത് വിജയിച്ച കാര്യങ്ങൾ അവർക്കൊന്ന് പറഞ്ഞു കൊടുത്ത് ഹെൽപ്പ് ചെയ്യണേ. ടീച്ചറെ, സ്വാഗതം. ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. ഇപ്പൊ എന്നെ കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുന്ന എല്ലാവരോടും ആദ്യം തന്നെ എന്റെ സ്നേഹം അറിയിക്കുന്നു. സോ ആദ്യമായിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ 240 എത്തിയ ആളല്ല ഞാൻ. ട്രൈ ചെയ്ത് എത്തിയ ഒരാളാണ്. സോ PG സമയത്ത് തന്നെ ഇപ്പൊ എന്റെ സെക്കൻഡ് പേപ്പർ ഇംഗ്ലീഷ് ആണ്. സോ ഇംഗ്ലീഷ് വളരെ ഉപകാരപ്രദമായിരുന്നു, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് പേപ്പർ അപ്പം നമ്മുടെ പേപ്പർ 1 കുറച്ച് ബുദ്ധിമുട്ടിക്കുമായിരുന്നു. അതായത് പേപ്പർ 1 എപ്പോഴും കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട്, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും പേപ്പർ 1 ആണ് പോകുന്നത് എന്നുള്ള ബോധ്യം എനിക്ക് തന്നെ കിട്ടി. അതേപോലെ തന്നെ അപ്പൊ അതിനായിട്ട് അത് ബൂസ്റ്റ് ചെയ്യാനാണ് ഞാൻ കൂടുതലും ശ്രമിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ ഇപ്പം PG സമയത്ത് പഠിച്ചപ്പം ചെയ്ത് എന്താന്ന് വെച്ചാൽ ഒരുപാട് ബുക്കുകൾ ഇങ്ങ് കളക്ട് ചെയ്തു എന്നുള്ളതാണ് ആദ്യം ചെയ്തത്. ഒത്തിരി ബുക്കുകൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കിട്ടുന്ന ബുക്കുകളെല്ലാം മേടിച്ചു. പക്ഷെ അങ്ങനെ പഠിച്ചു വന്നപ്പോൾ മനസ്സിലായി, ഈ ബുക്കുകളെല്ലാം ഞാൻ പരീക്ഷ എടുത്ത് വായിച്ച് പരീക്ഷ ഇങ്ങ് എത്തിക്കഴിഞ്ഞാലും എന്റെ ഈ വായന തീരുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് അതിൽ നിന്നും ഒരു ഫൈനൽ ലാപ്പിലേക്ക് എത്താനായിട്ട് പറ്റുന്നില്ല. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ എന്റെ റീസെന്റ് അറ്റംപ്റ്റിൽ ഞാൻ ചെയ്തത് എന്താന്ന് വെച്ചാൽ AIMJRF ടെസ്റ്റ് സീരീസ് ഉപകാരപ്രദമാണെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് 100% നമുക്ക് റിലേ ചെയ്യാൻ പറ്റുന്ന ഒന്നായിരുന്നു. കാരണം അത്രത്തോളം അതിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളെല്ലാവരും ചേർന്ന്, എനിക്ക് തോന്നുന്നു ഈ ക്ലാസ്സിൽ ഇപ്പോൾ ഉള്ള കുറെ ആൾക്കാരും ലൈവ് ബാച്ചുകളിൽ പങ്കെടുത്തിട്ടുണ്ടാവും. അലൻ സാർ പേപ്പർ 1 പഠിപ്പിച്ച ബാച്ചിൽ പങ്കെടുത്തിട്ടുണ്ടാവും. അതിൽ നിന്ന് 7ഓളം ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്തത് അതേപോലെ കണ്ടു. ഞാൻ സാറിനോട് ഷെയർ ചെയ്തതാണത്. 7ഓളം ചോദ്യങ്ങൾ സാറേ അതേപോലെ വന്നായിരുന്നു. ചെറിയ മാറ്റങ്ങൾ മാത്രം വെച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നോട്ട് ചെയ്തായിരുന്നു സാറ് പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം. അത് അതേപോലെ അപ്പൊ ആവർത്തിക്കുകയും ചെയ്തത് കണ്ടു. ഓക്കെ, അപ്പൊ ഇനി ഞാൻ എന്താണ് ഈ ഒരു എക്സാമിന് ചെയ്തതെന്ന് വെച്ചാൽ ഒരു 5 hour സ്റ്റഡി പ്ലാൻ ആണ് സെറ്റ് ചെയ്തത്. പേടിക്കണ്ട, ഈ 5 hour ഒന്നും കേട്ടിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ 5 hour എടുക്കാൻ ഉണ്ടാവില്ല. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ ഒരു 3 hour 2 hour ഒക്കെ സെറ്റ് ചെയ്യാം. ഇനി ഇതെങ്ങനെയാ സെറ്റ് ചെയ്താന്ന് വെച്ചാൽ ഞാൻ ചെറിയ രീതിയിൽ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളോട് പെട്ടെന്നെല്ലാം പറയാനായിട്ട്. ഒരു 4 മണി മുതൽ 6 മണി വരെയുള്ള സമയത്ത് പേപ്പർ 1, അതായത് എനിക്ക് കുറച്ച് ഇഷ്ടമല്ല അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത് പേപ്പർ 1 ആണ്. അപ്പൊ അത് തന്നെ 4 to 6, അതായത് രാവിലത്തെ സമയത്ത് സെറ്റ് ചെയ്ത് വെച്ചു. ഇനി അതേപോലെ തന്നെ രണ്ടാമത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ പേപ്പർ 2 പഠിക്കണ്ടേ. പേപ്പർ 2 കോൺഫിഡന്റ് ആണ് എങ്കിൽ പോലും കഴിഞ്ഞ തവണയൊക്കെ ഭയങ്കര സ്കോർ കിട്ടിയത് പേപ്പർ 2-നാണ്.
അപ്പം ഈ പേപ്പർ 2 കൂടെ സെറ്റ് ചെയ്യാനായിട്ട് രാത്രി ഒരു 8 to 10 ആണ് പേപ്പർ 2 വേണ്ടി സെറ്റ് ചെയ്തത്. ഇനി 5 മണിക്കൂറെന്നല്ലേ ഞാൻ പറഞ്ഞത്. ഈ 5 മണിക്കൂറിൽ ഒരു മണിക്കൂർ, അതായത് 4 മണിക്കൂർ ഈ 4 to 6 അതേപോലെ തന്നെ 8 to 10 അങ്ങനെ കിട്ടും. ഇനി ഈ 1 അവർ എന്ന് പറയുന്നത് ഞാൻ AIMJRF ചെയ്യാനായിട്ട്, അതിപ്പോ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ബസ്സിൽ പോകുമ്പോഴായിരിക്കും. അതായത് ഓൾറെഡി വർക്ക് ചെയ്യുന്ന കാരണം എന്താണ് ഇടയ്ക്ക് എനിക്ക് അടൂര് ഒക്കെ പോകേണ്ടി വരും. അപ്പം ഞാൻ എന്ത് ചെയ്യും, 1 അവർ എനിക്ക് ഡിസ്റ്റൻസ് ഉണ്ട് അവിടേക്ക് പോകാൻ. സോ 1 അവർ യാത്രയുടെ ഇടയിൽ എന്ത് ചെയ്യും, ഈ ഒരു ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ 10 ചോദ്യം അല്ലെങ്കിൽ 15 ചോദ്യമൊക്കെ കംപ്ലീറ്റ് ചെയ്യും. ഇനി അതേപോലെ തന്നെ ജോലിയുടെ ഇടയിൽ ബ്രേക്ക് കിട്ടുമ്പോൾ ജസ്റ്റ് ഒരു 2 ചോദ്യമൊക്കെ വെച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇത്തവണ തന്നെ ക്രാക്ക് ചെയ്യണമെന്ന് തോന്നി. അതായത് ഞാൻ ഒരുപാട് പ്രോമിസ് ഒക്കെ കൊടുത്താണ്, സാറിനോടും പ്രോമിസ് ചെയ്തതാണ്. അതായത് ഇപ്പം നമ്മൾ വെറുതെ പ്രോമിസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോമിസസ് വേണം നമ്മൾ ചെയ്യാനായിട്ട്, അല്ലെ? സോ അതുകൊണ്ട് ഇത്തവണ തന്നെ എന്തായാലും വേണമെന്ന് തോന്നി. കാരണം നമ്മളിപ്പം കോമ്പറ്റേറ്റീവ് എക്സാംസിന് അതിന്റെ ഒരു പ്രാധാന്യം നിങ്ങൾക്ക് അറിയാം, അല്ലെ? കേറ്ററ്റ് ആയാലും സെറ്റ് ആയാലും നെറ്റ് ആയാലും ഒക്കെ അതിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഇതെന്റെ 2ാമത്തെ വിന്നേഴ്സ് മീറ്റ് ആണ് കേട്ടോ. സെറ്റ് ഇംഗ്ലീഷിലും പങ്കെടുക്കാനായിട്ട് പറ്റി. സോ അന്നേ ഇങ്ങനെ മനസ്സിൽ തോന്നി, നെറ്റ് ഇംഗ്ലീഷിലും എനിക്ക് ഇതുപോലെ ഒരു അവസരം കിട്ടി, കൊള്ളായിരുന്നു എന്ന്. ഇപ്പൊ എന്റെ ഡ്രീം ഒരു PSC, ഒരു ഗവൺമെന്റ് ജോബ് അറ്റൈൻ ചെയ്യാന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, 5 മണിക്കൂർ ക്രമത്തിലാണ് ഈ പേപ്പർ 1ഉം പേപ്പർ 2ഉം അതേപോലെ തന്നെ ഈ 1 മണിക്കൂർ AIMJRFും ചെയ്താണ് പഠിച്ചത്. ഫസ്റ്റ് അറ്റംപ്റ്റ് നിങ്ങൾ കേട്ടതാണ് അല്ലെ, കുറെ ബുക്കുകൾ വാങ്ങിച്ചായിരുന്നു PGയുടെ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ വന്നപ്പോ ഒരു മാറ്റം വന്ന എന്താന്ന് ചോദിച്ചാൽ പ്രീ റെക്കോർഡഡ് ക്ലാസ്സുകൾ കാണാൻ തുടങ്ങി. യൂട്യൂബിൽ നിന്നും കൂടുതൽ ക്ലാസ്സുകൾ കാണാൻ തുടങ്ങി. പ്രീ റെക്കോർഡഡ് ആയിട്ട് നമ്മുടെ iPlusന്റെ പ്ലാറ്റ്ഫോമിലുള്ള ക്ലാസ് കാണാൻ തുടങ്ങി. ഇനി ഈ AIMJRF ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ചെറിയ ഡൗട്ട് ഒക്കെ വരും. അപ്പൊ നേരെ പോയിട്ട് നമ്മുടെ പേപ്പർ 1ന്റെ പ്രീ റെക്കോർഡഡ് ക്ലാസ് കാണും. അങ്ങനെ പിന്നെ യൂട്യൂബിലും ക്ലാസ്സുകൾ കാണാൻ തുടങ്ങി. അങ്ങനെ പല രീതിയിൽ കാണാൻ തുടങ്ങി. പിന്നെ വേറൊരു തീരുമാനം കൂടെ എടുത്തതെന്ന് പറയുന്നത് ഒരു വൈറ്റ് ബോർഡ് വാങ്ങിച്ചു. ഒരു വൈറ്റ് ബോർഡ് വാങ്ങിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അതിൽ എഴുതി പഠിക്കാനായിട്ട് തുടങ്ങി. പിന്നെ കുറേ എന്താണ് നമ്മുടെ പേപ്പർ ബുക്കുകൾ വാങ്ങിച്ചിട്ടുണ്ട്. അതായത് ഈ നമുക്ക് ചീപ്പ് റേറ്റിന് കിട്ടുന്ന പുസ്തകങ്ങളില്ലേ, സോ അത് വാങ്ങിച്ചിട്ടുണ്ട്. അത് വാങ്ങിച്ചിട്ട് അതിനകത്തിൽ എല്ലാം എഴുതാനായിട്ട് തുടങ്ങി. അങ്ങനെ ഒരു കെട്ട് ബുക്ക് കിട്ടി. ഓക്കെ, സോ പേപ്പർ 2ന് മെറ്റീരിയലേ കുറവാണ്, കാരണം അതെല്ലാം എന്റെ മനസ്സിലുണ്ട്, അല്ലെങ്കിൽ റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പേപ്പർ 1നാണ് ഈ ബുക്കുകളുടെ എണ്ണം കൂടി വരുന്നത്. അങ്ങനെ പരീക്ഷയ്ക്ക് പോകുന്ന സമയമായപ്പോഴത്തേക്ക് ഒരു ബുക്കിൽ ഒതുക്കാനായിട്ട് തീരുമാനിച്ചു. ഈ കാര്യങ്ങളെല്ലാം ചുരുക്കി എഴുതിയതെല്ലാം ഒറ്റ ബുക്കിലേക്ക് മാറ്റി എഴുതിയാണ് പരീക്ഷയ്ക്ക് പോയത്. ഇപ്പൊ ഒരു പോക്കറ്റ് ഡിക്ഷണറി പോലെ ഒരു കുട്ടി ബുക്കാണ് എന്റെ കയ്യിലുള്ളത്. പേപ്പർ 1 സക്സസ്ഫുൾ ആയിട്ട് തന്നെ പഠിച്ചു തീർക്കാൻ പറ്റി, അല്ലെങ്കിൽ അത്യാവശ്യം ഞാൻ ആഗ്രഹിച്ച ഒരു സ്കോറിൽ തന്നെ എത്താനായിട്ട് പറ്റി. സോ അതെല്ലാം കൺസോൾട്ടേറ്റ് ചെയ്ത് ഒരു ചെറിയ ബുക്കിൽ എഴുതി വെച്ചു. അതേപോലെ തന്നെ അതിപ്പോ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നു. കാരണം നമ്മളൊരു നേട്ടം കൈവരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു സ്റ്റാർ അല്ലേ, അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഇടയിൽ നമ്മളെ ഭയങ്കര ഒരു ഇതായിരിക്കും, നമ്മൾ എങ്ങനെയാണ് ചെയ്തത്, നമ്മൾ എന്തൊക്കെ വഴികളിലൂടെ പോയി എന്നൊക്കെ അറിയാൻ വലിയ താല്പര്യമാണ്. സോ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അപ്പൊ ഈ 5 മണിക്കൂർ കേട്ട് ആരും പേടിക്കേണ്ട, കാരണം 5 മണിക്കൂർ എടുക്കാൻ ഉണ്ടാവില്ല. പലരും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ടാവും. ജോലി ചെയ്തുകൊണ്ട് തന്നെ പഠിക്കണം കേട്ടോ, അങ്ങനെയും ഞാൻ പറയും. കാരണം ഒരിക്കലും ഇപ്പം ഇതിനു വേണ്ടി മാത്രമായിട്ട് ടൈം മാറ്റി വെക്കണം എന്നില്ല. നിങ്ങൾ ജോലി ചെയ്തോ, അതിന്റെ ഒപ്പം നിങ്ങൾക്ക് ഇതും പഠിക്കാം എന്നുള്ള ഒരു സ്റ്റൈല് വളരെ നല്ലതാണ്. ഇനി ഈ PG ഒക്കെ കഴിഞ്ഞിട്ട് ചില ആൾക്കാർ പറയാറുണ്ട്, ഞാൻ ഇപ്പോഴും എന്താണ് ഒരു 8,000 രൂപയ്ക്ക് അല്ലെങ്കിൽ 9,000 രൂപയ്ക്കാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്റെ ഫ്രണ്ട്സ് തന്നെ പറയാറുണ്ട്, എനിക്ക് ഒട്ടും താല്പര്യമില്ല, ഇംഗ്ലീഷ് മീഡിയത്തിലാണ് വർക്ക് ചെയ്യുന്നത്, എനിക്ക് അവിടെ ഭയങ്കര സ്ട്രെയിൻ ആണ്, പഠിക്കാൻ പറ്റുന്നില്ല. സോ അങ്ങനെയുള്ളവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഒരിക്കലും ഈ നെറ്റ് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗുണം എന്ന് പറഞ്ഞാൽ 10-35,000 അല്ലെങ്കിൽ ഒരു 30K 35Kക്കാണ് നമുക്ക് ഒരു ഗസ്റ്റ് ആയിട്ട് പോലും വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അത്രയും വലിയൊരു അവസരം മുമ്പിലുണ്ട്. അതാണ് ഈ 8-8.5 മണിക്കൂറും വീട്ടിൽ വന്ന് വീണ്ടും ജോലിയുടെ സ്ട്രെയിൻ ഉണ്ടാവും. ഇതൊക്കെ ചെയ്തുകൊണ്ട് ഈ 8,000 9,000 രൂപയ്ക്ക് നിങ്ങളെ തന്നെ ലിമിറ്റ് ചെയ്യുന്നത്. അപ്പൊ PG ഉള്ളവർ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ നെറ്റിലേക്ക് അല്ലെങ്കിൽ പോകണം. ഇനി BEd ഉള്ളവരാണെങ്കിൽ സെറ്റ് വരെ മതിയെന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ നിൽക്കരുത്, നേരെ നെറ്റിലേക്ക് പോകണം. നെറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ബേസിക് ക്രൈറ്റീരിയ ക്രാക്ക് ചെയ്തു. ഇനി നമുക്ക് കൊളീജിയേറ്റ് ഒക്കെ വിളിക്കുമ്പോൾ വളരെ ക്വാളിഫൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇനി അതേപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ പറഞ്ഞില്ലേ സെറ്റിന്റെ വിന്നേഴ്സ് മീറ്റിൽ ഉണ്ടായിരുന്നു, ഇപ്പൊ നെറ്റിന്റെ വിന്നേഴ്സ് മീറ്റിലുണ്ട്. സോ ഇനി അടുത്ത ലക്ഷ്യത്തിലേക്ക് നമ്മൾ അങ്ങ് പോകണം. ഒരിക്കൽ നമ്മൾ ഈ ഒരു ഒരു വിജയത്തിന്റെ രുചി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര രസമാണ്. അടുത്തതിലേക്ക് നമ്മുടെ മൈൻഡ് തന്നെ നമ്മളെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. സോ ഇപ്പം ഞാൻ LPUPക്ക് പ്രിപ്പയർ ചെയ്യാണ്. ഇനി LPUPയിൽ ഒതുങ്ങാൻ എനിക്ക് എന്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത് ഒരു HSST ഇംഗ്ലീഷ് അധ്യാപികയാവുക എന്നുള്ളതാണ്. സോ നെറ്റ് ഒക്കെ ഉണ്ടെങ്കിലും എന്റെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ എന്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത് അതാണ്. സോ ഇപ്പം LPUPയിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതാൻ പറ്റും അല്ലെ. ഫർദർ ഗ്രോത്ത് നമ്മളെ ഒരുപാട് വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അങ്ങനെ അവസാനം ആ ഒരു ഡ്രീമിലേക്ക് എല്ലാവരും എത്തണം. സോ അടുത്ത വിന്നേഴ്സ് മീറ്റിൽ നിങ്ങൾ ഓരോരുത്തരും അല്ലെങ്കിൽ ഈ ഒരു ഒരുപാട് ആൾക്കാരുണ്ട്, എനിക്കൊരു 150ഓളം ആൾക്കാരെ കാണാൻ പറ്റും. സോ അത്രയും ആൾക്കാരിൽ ഒരുപാട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റും, എല്ലാവർക്കും പറ്റും. സോ മുന്നോട്ട് വന്നിട്ട്
ഈ ഒരു എന്താണ് ഇതേപോലെ തന്നെ നിങ്ങളുടെ സക്സസ് സ്ട്രാറ്റജി ഒക്കെ നിങ്ങൾക്കും പറയാനായിട്ട് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ എന്റെ പേപ്പർ 2 ആണ് എനിക്ക് കോൺഫിഡന്റ്. എനിക്കറിയില്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചിലപ്പോൾ നിങ്ങളുടെ പേപ്പർ 2 ആയിരിക്കും, അല്ലെങ്കിൽ പേപ്പർ 1 ആയിരിക്കും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ളത്. സോ അതിന് കൂടുതൽ ടൈം കൊടുക്കുക. ഞാൻ ഈ 5 മണിക്കൂറാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. ഇനി ഇത് എന്നും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ അടുത്ത ദിവസം നമ്മൾ അത് ക്യാച്ച് ചെയ്യണം. ഇന്ന് 5 മണിക്കൂർ വേസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നാളെ 1 മണിക്കൂർ അധികം കൊടുത്ത് ഈ കോമ്പൻസേറ്റ് ചെയ്ത് എടുത്തോണം. കാരണം നെറ്റ് എക്സാം ആണ്, നമ്മൾ ഓൾ ഇന്ത്യയോടാണ് കോമ്പീറ്റ് ചെയ്യുന്നത് അല്ലെ. കേറ്ററ്റും സെറ്റും ഒക്കെ വരെ നമുക്ക് കേരളത്തിലുള്ളവരോട് മത്സരിച്ചാൽ മതി. ഇത് ഓൾ ഇന്ത്യ ആണ് അല്ലെ. പൊതുവേ ഒരു ചിന്തയുണ്ട് ഈ നോർത്ത് ഇന്ത്യൻസിനൊക്കെ ഭയങ്കര ബുദ്ധിയാണെന്ന്. പക്ഷെ അങ്ങനൊന്നും ഇല്ല, നമുക്കും പറ്റും, നമുക്ക് ഈസി ആയിട്ട് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അവർക്ക് വേണ്ടി മാത്രമല്ല, പണ്ടൊക്കെ ആണെങ്കിൽ ഡൽഹിയിലൊക്കെ ആയിരുന്നു ഏറ്റവും നല്ല കോച്ചിങ് ഒക്കെ ഉള്ളത്. ഇപ്പൊ നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ അവൈലബിൾ ആണ് അല്ലെ. അങ്ങനെ വളരെ ഈസി ആയിട്ട് അടുത്ത എക്സാമിന് നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇനി അതേപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ പഠിച്ച് നമുക്ക് മുന്നേറാൻ പറ്റും കേട്ടോ. വലിയ ടാസ്ക് ഒന്നും അല്ല, വളരെ ഈസി ആയിട്ട് പറ്റുമോ. നമുക്ക് തോന്നുക അയ്യോ തുടങ്ങാത്തോണ്ടുള്ള തോന്നലായി. ഈ 5 മണിക്കൂർ എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ വളരെ 2 മണിക്കൂർ 3 മണിക്കൂർ മതി. എനിക്ക് ഈ അവസാനം ഈ 5 മണിക്കൂർ അധികമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ, അതും പറയണമല്ലോ. കാരണം 5 മണിക്കൂറിന്റെ ആവശ്യം അവസാനം ആകുമ്പോൾ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു സന്തോഷം തോന്നിയെന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഇല്ലാതെ പോകാൻ പറ്റി. ഈ 5 മണിക്കൂർ വെച്ച് ഡെയിലി കിട്ടുന്നില്ല. ഈ 5 മണിക്കൂറിനുള്ളിൽ ഞാൻ കോളൊന്നും വന്നാൽ എടുക്കില്ലായിരുന്നു കേട്ടോ, കോൾ വന്നാൽ എടുക്കില്ല. അതേപോലെ തന്നെ ഫോണിൽ വരുത്തിയ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ഞാൻ ഈ നമ്മുടെ ഐപ്ലസിന്റെ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു ചെറിയ ലിങ്ക് ഉണ്ട്. ലൈക്ക് നമുക്ക് അതിന്റെ ആപ്പിന്റെ ഒരു ഇത് കിട്ടും. ആ ആപ്പ് എടുത്ത് ഞാൻ ഫ്രണ്ടിൽ തന്നെ ഇട്ടു, യൂട്യൂബ് എടുത്ത് ഫ്രണ്ടിൽ ഇട്ടു, അതേപോലെ തന്നെ ഗൂഗിളും എടുത്ത് ഫ്രണ്ടിൽ തന്നെ കൊണ്ടുവന്നിട്ടു. ബാക്കി നമ്മൾ എപ്പോഴും എടുക്കുന്ന വാട്സാപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പുറകിലോട്ട് ഇട്ടു. കാരണം അതൊന്നും എന്റെ കണ്ണി വരണ്ട, ഇത് മാത്രം ഫോൺ എടുക്കുമ്പോൾ ആദ്യം വന്നാൽ മതി എന്നുള്ള ചിന്തയിലാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇപ്പൊ ഓർക്കുമ്പം കുറച്ച് ചിരിയൊക്കെ വരും, അയ്യോ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ എന്ന്. പക്ഷെ അതൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫോൺ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു മെറ്റീരിയൽ കിട്ടുന്ന ആപ്പ് കാണുക, അതേപോലെ തന്നെ നമ്മുടെ ഗൂഗിളും യൂട്യൂബും ഒക്കെ കാണുക. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചിന്ത വേറെ ഒന്നിലേക്കും പോവില്ല, നേരെ നമുക്ക് അത് എടുക്കാനായിട്ട് അതെടുത്ത് പഠിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ AIMJRF ആണ് എന്റെ ഒരു സക്സസിന്റെ പിന്നിൽ, അത് എടുത്തു പറയണം. AIMJRF വരുന്ന അല്ലെങ്കിൽ അവിടെ ചില ടോപ്പിക്സ് ഒരുപാട് ഞാൻ ചോദ്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കാണുന്നത്, ഞാൻ നേരെ പോയിട്ട് നമ്മുടെ പ്രീ റെക്കോർഡഡ് ക്ലാസ്സുകൾ അതൊന്ന് കവർ ചെയ്തിട്ടാണ് എയിമിലേക്ക് വന്നത്. കാരണം അല്ലാതെ നേരെ AIMJRF പോയി കഴിഞ്ഞാലും ക്വസ്റ്റ്യൻസ് അല്ലേ അവിടെ ഉള്ളത്. അപ്പൊ ക്ലാസ് കേട്ടിട്ട് ഇങ്ങോട്ട് വരുന്നതാണ് നല്ലൊരു വഴി. അപ്പൊ പറ്റും, വളരെ ഈസി ആയിട്ട് പറ്റും കേട്ടോ. ചുമ്മാ തോന്നുക നമുക്കിപ്പോ പറ്റത്തില്ല 6% എന്നൊക്കെ ഉള്ളത് ഒരു നമ്പറായിട്ട് അവിടെ ഇരുന്നോട്ടെ. ഇനി ചിലര് പറയും, ഫ്രണ്ട്സ് ഒക്കെ ഇപ്പൊ പറയും അത് എനിക്ക് കാറ്റഗറി വെച്ചിട്ട് എനിക്ക് കിട്ടുമോന്ന് അറിയത്തില്ല. അങ്ങനെയൊന്നും ഇല്ല, നമുക്ക് തോന്നുക ഇപ്പം റിസർവേഷൻ കിട്ടുന്ന ഒരു 3 മണിക്കൂർ പഠിക്കട്ടെ, നമുക്ക് 5 മണിക്കൂർ പഠിച്ചാൽ നമ്മുടെ പ്രശ്നം തീരില്ലേ. ഇപ്പൊ ഈ 5 മണിക്കൂർ എന്നുള്ളത് ഒരു കണ്ടീഷൻ ആയിട്ട് ഇന്ന് രാത്രി കിടക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും, ഈ 5 മണിക്കൂർ നിങ്ങൾക്ക് പറ്റുമോന്ന്. അല്ലെങ്കിൽ 4 മണിക്കൂറിലേക്ക് പോവാം. എന്നിട്ട് എങ്ങനെയാണെങ്കിൽ അടുത്ത ജൂൺ സൈക്കിളിൽ വിന്നായിട്ട് ഞങ്ങളുടെ ഒപ്പം വരണം, ഇവിടെ വന്ന് ഞങ്ങളോടൊപ്പം സക്സസ് സ്ട്രാറ്റജി ഒക്കെ പറയണം. ഇനി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും നിങ്ങളുടെ ഒരു സ്റ്റഡി പ്ലാനിലേക്ക് കൊണ്ടുവരണം. എന്റെ പ്ലാൻ ഇത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ എന്റെ സ്റ്റഡി സ്ട്രക്ചർ ഇങ്ങനെയായിരുന്നു. നിങ്ങൾക്ക് ഇതിലും നല്ല സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ടാവും, അങ്ങനെയാണെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോവുക. ഇത്രയൊക്കെ ഉള്ളൂ. ഒത്തിരി സന്തോഷം. ആ സെറ്റ് ഇംഗ്ലീഷ് വിന്നറിൽ നിന്ന് നെറ്റ് ഇംഗ്ലീഷ് വിന്നറിലേക്ക് വന്നത് ഭയങ്കര അഭിമാനകരമാണ്. ഇനി എനിക്കൊരു ഗവൺമെന്റ് ജോലിയാണ്, ഞാൻ അതിലേക്കും പോകും. അതും എന്റെ കുറച്ച് ക്ലോസ് ആയിട്ട് നിൽക്കുന്നവർക്ക് അറിയാം എന്റെ ആ ഡ്രീം. അതിലും ഇതേപോലെ ഒരു വിന്നറായിട്ട് വരണമെന്ന് ഞാൻ ഇപ്പോഴേ പറഞ്ഞു. തീർച്ചയായിട്ടും അതിനും വാക്ക് തന്നിട്ടുണ്ടല്ലോ ടീച്ചറ്. അപ്പോ അടുത്തതിന് ഈ കുട്ടികളെ പഠിപ്പിച്ച് ഇങ്ങോട്ട് വന്ന മനുഷ്യനായോണ്ടാട്ടോ എനിക്ക് PhD ഒന്നും വേണ്ട സാർ, എനിക്ക് ആദ്യം ഹയർ സെക്കൻഡറി അധ്യാപികയാവണം എന്നുള്ളതാ സ്വപ്നം. ഓരോരുത്തർക്കും ഓരോ സ്വപ്നങ്ങളാണല്ലോ. എനിക്ക് 101% ഉറപ്പുണ്ട് ശ്രീലക്ഷ്മി ടീച്ചർ അവിടെ എത്തുന്നത്. കാര്യം ഈ പറഞ്ഞു കേട്ടപ്പോ നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. ഇത് ശ്രദ്ധിച്ചു കേട്ട ഓരോരുത്തർക്കും അറിയാം, ചെറിയ കാര്യങ്ങൾ പോലും ആ ഫോണിന്റെ സ്ക്രീനിൽ എനിക്ക് വേണ്ടാത്ത ഒന്നും കാണണ്ട അടുത്ത 6 മാസത്തേക്കൊന്നും പോലെ തീരുമാനിക്കാനുള്ള വിൽ പവർ ടീച്ചർ പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും ഓട്ടോമാറ്റിക് ആയിട്ട്. അതുപോലെ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, ടീച്ചർ പറഞ്ഞു ഈ പഠനത്തിൽ നിന്നുണ്ടാവുന്ന കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് ഫേക്ക് ചെയ്യാൻ പറ്റില്ല. ആരൊക്കെയോ ചോദിച്ചു പരീക്ഷാ ഹാളിൽ എങ്ങനെ കൂളായിട്ടിരിക്കാമെന്ന്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വഴിയാ, ഒരു 500 മണിക്കൂർ ഇരുന്ന് പഠിച്ചിട്ട് പോയാൽ മതി. പരീക്ഷാ ഹാളിൽ പേടിയൊന്നും വരത്തില്ല. വരൂ ടീച്ചറെ. സമയം അധികമായിട്ട് നമുക്ക് തോന്നും. അതെ, 500-600 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാല് ആത്മവിശ്വാസമൊക്കെ തനിയെ വരും. അപ്പൊ എല്ലാരും ടീച്ചറിന് ഒരു താങ്ക് യു പറയണേ. അതിൽ പിശുക്കൊന്നും കാണിക്കരുത്. കമന്റ് ബോക്സിലെങ്കിലും ഒരു ജസ്റ്റ് താങ്ക് യു, ഒരു കയ്യടിയൊക്കെ. ടീച്ചറിന് ഇഷ്ടം പോലെ ഹാർട്ടും തംസപ്പും ഒക്കെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ. അതൊരു പെയ്ഡ് കോഴ്സ് എടുത്തെന്നോ ഇല്ലെന്നോ എന്നുള്ളതല്ല. നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ആണെങ്കിലും ഓഫ്ലൈൻ ക്ലാസ്സുകളിലൂടെ ആണെങ്കിലും
നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഇംഗ്ലീഷിൻ്റെത് ലീഡ് ചെയ്യാൻ ശ്രീലക്ഷ്മി ടീച്ചറാണ് നമ്മുടെ ടീമിനോടൊപ്പം ഉള്ളത്. അടൂരാണ് ഓഫ്ലൈൻ ക്ലാസ്. ചുരുക്കം സീറ്റുകളെ ഉള്ളൂ. നമ്മുടെ ഇപ്പൊ കൊമേഴ്സിന്റെ ക്ലാസ് ആണെങ്കിലും വിരളിൽ എണ്ണാവുന്ന വിദ്യാർത്ഥികളെ ഉള്ളൂ. അപ്പോ നിങ്ങൾക്ക് അടൂര് വന്ന് പഠിക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ആ ഓപ്ഷൻ കൂടി പരിഗണിക്കാം കേട്ടോ. ഇതുപോലെ ഒരാൾ ഗൈഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് JRF നെറ്റും ഒക്കെ ഉറപ്പല്ലേ എന്നുള്ളതിൽ എന്താ സംശയം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനിയിപ്പോ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ടൈമാണ്. നമ്മുടെ ഈ സെഷൻ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാണ്. പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകിച്ച് ശ്രീലക്ഷ്മി ടീച്ചറിന് 1000 നന്ദി. നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്വപ്നം മനസ്സിൽ ഉറച്ചു നിൽക്കട്ടെ. ആ സ്വപ്നം കണ്ട് 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 ഒരു ഒബ്സഷനായിട്ട് പഠിച്ച് 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 അതിൽ കാലൂന്നി നിന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി പരീക്ഷ എഴുതാനും ജയിക്കുന്നത് വരെ പഠിക്കാനും, പഠിച്ചു കഴിഞ്ഞിട്ട് ഇതിൽ സൂപ്പർ ഒരാളായിട്ട് ഒരുപാട് പേരുടെ ജീവിതത്തിൽ വെളിച്ചമാവാനും, ഒരുപാട് വിദ്യാർത്ഥികളെ ഗൈഡ് ചെയ്യാനും, ഈ സമൂഹത്തില് ഫുഡ് വേസ്റ്റ് ഫെല്ലോകളല്ലാതെ സമൂഹത്തെ ലീഡ് ചെയ്യുന്ന മനുഷ്യരാവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. എല്ലാ നന്മകളും. ക്ലാസ് ഓഫ്ലൈൻ ഇംഗ്ലീഷിൻ്റെത് നമ്മള് നെക്സ്റ്റ് മൺഡേ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കൊമേഴ്സിന്റെ ബാച്ച് ഓൾറെഡി റണ്ണിങ് ആണ്. ലൈവ് ക്ലാസ്സും ഓൾറെഡി റണ്ണിങ് ആണ്. റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. മെയ്യിലേക്ക് അടുത്ത സൈക്കിളിലേക്ക് ഡിസംബറിലേക്കുള്ള ഓഫ്ലൈൻ ബാച്ച് ആയിരിക്കും. അതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം കേട്ടോ. നിങ്ങളുടെ സന്തോഷമൊക്കെ അറിയിക്കുക. കമന്റ് ബോക്സിലൂടെ പറയാം, അല്ലെങ്കിൽ നമ്മുടെ ടീമിന്റെ മൊബൈൽ നമ്പറിൽ പറയാം. നിങ്ങളുടെ സങ്കടങ്ങളും പറയാം. ഇൻ കേസ് എന്തെങ്കിലും വിഷമമുണ്ട് സംസാരിക്കണമെങ്കിൽ, ഞാൻ ഒരു സർട്ടിഫൈഡ് കൗൺസിലർ ആണ്. പേഴ്സണൽ കൗൺസിലിംഗ് പഠിച്ചിട്ടുണ്ട്, കോഴ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ എക്സ്പേർട്ട് ഒന്നുമല്ല. നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ഒരു ലിസണറെയാ വേണ്ടതെങ്കിൽ ഞാൻ ഉണ്ടാവും. എന്റെ കൈ നിൽക്കാത്ത സങ്കടമാണ് ഞാൻ കുട്ടികളോട് പറയാറുണ്ട്. പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ട്രെയിൻഡ് സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റ് ഏത് കാറ്റഗറിയാന്നൊക്കെ ഉള്ളതനുസരിച്ച് അല്ലെങ്കിൽ ഒരു കൗൺസിലറോട് സംസാരിക്കാൻ. അപ്പോൾ ഞാൻ ഒത്തിരി സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പൊ ധൈര്യമായിട്ട് നിങ്ങൾക്ക് I+ന്റെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ജോയിൻ ചെയ്യാൻ. ഓൺലൈൻ ആണ്, ഉടനെ തന്നെ തുടങ്ങും. ഓഫീസ് ടൈം രാവിലെ 9:30 to 7:30 ആണ്. പേയ്മെന്റ് ചെയ്ത് മെയിൽ ID-യും റെസിപ്റ്റും തന്നാൽ 60 മിനിറ്റ്സിനുള്ളിൽ പഠിച്ചു തുടങ്ങാൻ പറ്റും. ലൈവ് ആണെങ്കിൽ മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ രാത്രി 9 to 10 ആണ്. കോഴ്സുകളെ പറ്റി ഉള്ളതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് മറ്റു കാര്യങ്ങൾ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിക്കുന്നുണ്ട്. പേപ്പർ 1 ആണെങ്കിൽ നമ്മുടെ ഈ JRF ടെസ്റ്റ് സീരീസ് എടുക്കുന്നതാവും ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള വഴി. 1000 രൂപയെ താഴെയുള്ളൂ ഫീസ്. 2018 സിലബസ് മാറിക്കഴിഞ്ഞുള്ള എല്ലാ ചോദ്യ പേപ്പറും വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ അവൈലബിൾ ആണ്. അതും ടൈംഡ് ടെസ്റ്റ് ആയിട്ട് എഴുതാം. ഫ്രീ ആയിട്ട് കിട്ടുന്നതാണെങ്കിൽ പലതിലും എററുകളൊക്കെ ഉണ്ടാവും. പല സ്ഥാപനങ്ങൾ തരുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഫ്രീ ഡൗൺലോഡ്സ് ആണെങ്കിലും അത് പെയ്ഡ് അല്ലാത്തതുകൊണ്ട് തന്നെ അത് എറർ പ്രൂഫ് ചെയ്യാനും എക്സ്പ്ലനേഷൻ ആഡ് ചെയ്യാനും ഒന്നും ആരും മെനക്കെടത്തില്ല. അതാ കുഴപ്പം. പ്രിന്റഡ് ബുക്കുകളിലും തെറ്റുണ്ടാവും. I+ന്റെ മെറ്റീരിയലിലും പലപ്പോഴും തെറ്റുകൾ, ഈ 6000 ചോദ്യം ചിലപ്പോൾ ഒരു 6 ചോദ്യം 60 ചോദ്യം ഒക്കെ തെറ്റുണ്ടാവും. പക്ഷെ അത് കുട്ടികൾ കണ്ടുപിടിച്ച ഉടനെ നമ്മളത് കറക്റ്റ് ചെയ്യും. പക്ഷെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഈ ബുക്ക് ഫോർമാറ്റിലാണ് അല്ലെ പ്രിന്റഡ് ബുക്ക് ആണെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിടികിട്ടുന്നുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ ഈ പ്രിന്റഡ് ഇത് ലൈബ്രറി സയൻസിന്റെ കോച്ചിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പേപ്പർ 1 എടുക്കുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് അതിന്റെ കോച്ചിങ് തരാം. കാര്യം കംപ്ലീറ്റ് ആവാറാവുമ്പോഴേ I+ കോഴ്സ് ഓഫർ ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെസ് ആവും. അതുകൊണ്ടാണ് സോഷ്യോളജി, ലൈബ്രറി സയൻസ്, നമ്മുടെ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം, ഇതിന്റെയൊക്കെ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. ഹിസ്റ്ററി ഒക്കെ കംപ്ലീറ്റ് ആണ്. ഞാൻ ലിസ്റ്റ് ഒരിക്കൽ കൂടി കാണിക്കാം. ഇത്രയും സംഭവങ്ങൾക്ക് നമുക്ക് കോച്ചിങ് ഉള്ളത്. മാനേജ്മെന്റ്, പൊളിറ്റിക്കൽ സയൻസ്, സൈക്കോളജി, സോഷ്യൽ വർക്ക്, എഡ്യൂക്കേഷൻ, ഇംഗ്ലീഷ്, ഹിസ്റ്ററി, മലയാളം. എഡ്യൂക്കേഷന്റെ എല്ലാം PYQ ഉണ്ട്. ഈ പേപ്പർ 1 ഓരോ തവണയും 15, 25, 40 ഒക്കെ ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. 1000കണക്കിന് ചോദ്യമുണ്ട്. എക്കണോമിക്സും ഉണ്ട്. പേപ്പർ 1 കൊമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ്, എക്കണോമിക്സ്. അപ്പൊ ഇതിന്റെയൊക്കെ ചോദ്യ പേപ്പറുകൾ 200, 300, 400, 500 ഒക്കെ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? 5 പരീക്ഷ നടന്നെങ്കിൽ 100 ചോദ്യം വെച്ച് 500 ചോദ്യം ഉണ്ടാവും. അതുകൊണ്ട് അതിനൊരു ടെസ്റ്റ് സീരീസ് ആയിട്ടില്ലാത്തത്. അതിന് ഫുൾ കോഴ്സ് ആയിട്ടേ ഉള്ളൂ. ഫുൾ കോഴ്സ് എന്ന് പറയുമ്പോൾ പോലും നമുക്ക് കോമ്പറ്റീറ്റേഴ്സിനെ പറ്റി അറിയാമല്ലോ. പല സ്ഥാപനങ്ങളുടെയും ഫീസിന്റെ ഒരു 4/1 പകുതിയൊക്കെ ഉള്ളൂ. പലപ്പോഴും എനിക്ക് സങ്കടം തോന്നുന്ന കാര്യം, ഫീസ് കുറവായതുകൊണ്ട് ക്വാളിറ്റി കുറവായിരിക്കും എന്ന് പറഞ്ഞ് കുറെ പേര് അഡ്മിഷൻ എടുക്കാതെ പോകും. ഞാൻ ടീമിനോടൊക്കെ ഇങ്ങനെ, സെയിൽസിലെ ആൾക്കാരൊക്കെ എന്റെ അടുത്ത് സങ്കടം പറയും. മാർക്കറ്റ് ചെയ്യുന്നവരൊക്കെ ഫീസ് ഇത്തിരി കൂട്ടി വെക്കാം, ക്വാളിറ്റിയും പ്രൈസുമായിട്ട് ആളുകൾ അസോസിയേറ്റ് ചെയ്യുന്നൊക്കെ.
സാരമില്ല, നമുക്കുള്ള ആൾക്കാർ നമ്മുടെ അടുത്ത് വരുമല്ലോ. അപ്പോ ഫ്രീ ആയിട്ട് ട്രയൽ ക്ലാസ് കാണാം എല്ലാ കോഴ്സിനും. അപ്പൊ ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് തന്നെ നേരിട്ട് കാണാം. രണ്ടും കൂടി ഒരുമിച്ച് എടുക്കുകയാണ് ഫീസിന് കൺസെഷൻ ഉണ്ടാവും. നമ്മുടെ ടീമിനോട് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. അത് ഇൻഡിവിജ്വൽ കേസ് ബേസിൽ ചെയ്യാറുണ്ട്. പലപ്പോഴും കുട്ടികളെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാറുണ്ട്. ഇന്ന് 3 പേർക്ക് ഓൾമോസ്റ്റ് ഫ്രീ ആയിട്ട് അഡ്മിഷൻ കൊടുത്തു. കാര്യം ഒരു കമന്റ് യൂട്യൂബിൽ വന്നിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ വെരിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എനിക്ക് പബ്ലിക് ഡൊമൈനിൽ ധൈര്യമായിട്ട് പറയാൻ പറ്റുന്നത്. സാറേ, എനിക്ക് പേപ്പർ 1 മൊത്തം പേ ചെയ്ത് എടുക്കാൻ പറ്റുന്നില്ല, JRF ഫീസ് ഒന്ന് കുറച്ചു വെക്കും, എനിക്ക് അത് മാത്രം എടുക്കാനാന്നൊക്കെ. ഞാൻ ആ കുട്ടിയോട് ആ കമന്റിന് താഴെ റിപ്ലൈ ആയിട്ട് തന്നെ കൊടുത്തു, നിങ്ങൾ എനിക്കൊരു മെസ്സേജ് അയക്ക്, നിങ്ങൾക്ക് കോഴ്സ് തന്നേക്കാം. ആ കുട്ടിക്ക് ഫുൾ ഫ്രീ ആയിട്ട് ഇന്നലെ കൊടുത്തു. അതേ കമന്റ് കണ്ട് 1-2 പേര് വീണ്ടും വന്നു. അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര അഫോർഡ് ചെയ്യാൻ പറ്റും? കോഴ്സ് ഫീസിന്റെ 10-1 താഴെയൊക്കെ അഡ്മിഷൻ കൊടുത്ത വിദ്യാർത്ഥികളുണ്ട്. അതായത് എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യാൻ, എല്ലാവരും ഫ്രീ ആയിട്ട് പഠിക്കാൻ വരാൻ വേണ്ടി പറഞ്ഞല്ല. നിങ്ങൾ ശരിക്കും ഡിസേർവ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാൻ ഒരു നിവൃത്തിയില്ല, നിങ്ങൾ അടുത്ത 4 മാസം നന്നായിട്ട് പഠിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ വന്നു. വേറൊരു ഇൻകം പ്രൂഫോ നിങ്ങളുടെ പേരോ പോലും ഞാൻ ചോദിക്കില്ല, നിങ്ങൾക്ക് I+ൽ പഠിക്കാം. അതെന്റെ ഉറപ്പാണ്. കാര്യം എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഡിസേർവ് ചെയ്യുന്നവർക്ക് കൊടുക്കുകയും കൂടി വേണം. അല്ലെങ്കിൽ ഈ പറയുന്നതിനും ഞാൻ ഈ വിശ്വസിക്കുന്നതിനും നമ്മുടെ ഈ പാഷനും ഒക്കെ അർത്ഥമില്ലാതായി പോകില്ലേ കേട്ടോ. അതുകൊണ്ട് അതൊക്കെ നേരിട്ട് സംസാരിക്കാം. നിങ്ങൾക്ക് പഠിക്കുന്നതിന് പണം ഒരു തടസ്സമാവാതിരിക്കട്ടെ. അതൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. മറ്റെന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. 1-2 കുട്ടികൾ, പ്രിയ ഫ്രാൻസിസും ഒക്കെ ചോദിച്ചിരുന്ന ഡൗട്ടിന്റെ ഇടയിൽ ആൻസേർഡ് ആയി എന്ന് ഞാൻ കരുതുന്നു. സോഷ്യോളജി ഓൺലൈൻ നമ്മളിപ്പോ തുടങ്ങുന്നുണ്ട്, ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്ത് തുടങ്ങി. പേപ്പർ 1 എടുക്കുന്നവർക്ക് അത് ഫ്രീ ആയിട്ട് പഠിക്കാം. പക്ഷെ ജൂണിലേക്ക് എല്ലാ 10 യൂണിറ്റും തീരുമോ എന്നുള്ളത് സംശയമുണ്ട്. അതുകൊണ്ട് അത് പെയ്ഡ് ആയിട്ട് കൊടുക്കാത്തത്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കാം. പേപ്പർ 1 എടുക്കുന്നവർക്ക് ലൈബ്രറി സയൻസും അങ്ങനെ തന്നെയാണ്, ഫ്രീ ആയിട്ട് പഠിക്കാം. പേപ്പർ 1ന്റെ ലൈവോ റെക്കോർഡോ എടുക്കുന്നവർക്ക് ലൈബ്രറി സയൻസിലെ എടുത്ത ക്ലാസ്സുകൾ, ഇനി എടുക്കുന്ന ക്ലാസ്സുകൾ ജൂൺ 30 വരെ ഫ്രീ ആയിട്ട്. കോണ്ടാക്ട് നമ്പറുകളും കാര്യങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട്. കാര്യം നമ്മൾ വിശ്വസിക്കുന്ന കുറെ പ്രിൻസിപ്പിൾസ് ഉണ്ട്. കോഴ്സ് എടുത്ത് തീർക്കാതെ അഡ്മിഷൻ തന്ന് വേണമെങ്കിൽ പേയ്മെന്റ് കളക്ട് ചെയ്യാം. പക്ഷെ തീർക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ പരീക്ഷ എടുക്കുമ്പോൾ 2-3 യൂണിറ്റ് ഒക്കെ ബാക്കി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രെസ്ഡ് ആവില്ലേ? ഞാൻ എപ്പോഴും അതൊക്കെ ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ കൂടെയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. പിടികിട്ടിയോ? അതുകൊണ്ട് അത് ഫ്രീ ആയിട്ട് തന്നിട്ട് പിന്നെ പരീക്ഷയോട് അടുക്കുമ്പോൾ പൂർത്തിയായി കഴിഞ്ഞ അടുത്ത കുട്ടികളുടെ അടുത്ത് നിന്ന് പണം വാങ്ങാമല്ലോ. ഫീസൊക്കെ കിട്ടും, അതൊക്കെ ശരിയായിപ്പോളും. നമ്മൾ കാര്യങ്ങൾ നന്നായിട്ട് നല്ല മനസ്സോടെ ചെയ്താൽ മതി. ജൂണിലെ സിലബസ് മാറ്റമില്ല കേട്ടോ. മറ്റെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സിലബസിൽ ചേഞ്ച് വരുമ്പോൾ റെക്കോർഡ് ക്ലാസ്സിൽ ആ പോർഷൻ ആഡ് ചെയ്യും 100%. കാര്യം 1000-നടുത്ത് കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ കണ്ടന്റ് കൊടുക്കണ്ടേ? ഓരോ സൈക്കിളിലും പുതിയ പുതിയ കുട്ടികൾ വരുമ്പോൾ അവർക്ക് ഒരാളുടെ ഇഷ്യൂ അല്ലല്ലോ, എല്ലാവർക്കും പുതിയ സിലബസ് വേണ്ടേ? നമ്മുടെ റിവ്യൂകളും കമന്റുകളും ഒക്കെ നിങ്ങൾക്ക് പബ്ലിക് ഡൊമൈനിൽ വായിച്ചു നോക്കാം. ഇപ്പം ഓൺലൈൻ വേൾഡിൽ നിലനിൽക്കണമെങ്കിൽ കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യണം, കൺസിസ്റ്റൻസിയോടുകൂടി ചെയ്യണം. അപ്പൊ ആ അഷുറൻസ് ആണ് നമ്മൾ തരുന്നത്. മറ്റു ഡൗട്ടുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു എവരിവൺ. ഗുഡ് നൈറ്റ്.